മനുഷ്യന്റെ മനസ്സുപോലെ കാര്യങ്ങളെ ചിന്തിച്ച് മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള മാനസികമായ ഒരു കഴിവും തന്റെ ഇടവും വേറെ ജീവികൾക്ക് അല്ലാഹു തആല കൊടുത്തിട്ടില്ല. നമ്മൾക്ക് അല്ലാഹു തആല കേവലം ഒരു ഹാർട്ട് മാത്രമല്ല തന്നത്. ഹാർട്ട്, ഹൃദയം, അത് മാത്രമല്ല തന്നത്. അതിനപ്പുറം നമുക്ക് കാര്യങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു പ്രത്യേകമായ കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിട്ടുണ്ട്. അച്ഛനെ അച്ഛനായി കാണാൻ, ബാപ്പയെ ബാപ്പയായി കാണാൻ, ഉമ്മയെ ഉമ്മയായി കാണാൻ, ഭർത്താവിനെ ഭർത്താവായി കാണാൻ, ഭാര്യയെ ഭാര്യയായി കാണാൻ, മക്കളെ മക്കളായി കാണാൻ, കുടുംബത്തിലുള്ള മറ്റുള്ളവരെ ആ ബന്ധം പുലർത്തി കാണാനുള്ള മാനസികമായ ഒരു ഉയർച്ച മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അത് വലിയ കാര്യമാണ്. നമ്മളിപ്പോൾ സയ്യിദന്മാരെ, നബി കുടുംബത്തെ ബഹുമാനിക്കും. അത് വളരെ പാവപ്പെട്ട, സാമ്പത്തിക ശേഷിയില്ലാത്ത തങ്ങളായിരുന്നാലും, വലിയ പണക്കാരനായ തങ്ങളായിരുന്നാലും, ആരുടെ മുമ്പിലും അറിയപ്പെടാത്ത തങ്ങളായിരുന്നാലും, എല്ലാവരുടെ അടുക്കലും അറിയപ്പെടുന്ന തങ്ങളായിരുന്നാലും നമ്മൾ തങ്ങന്മാരെ ബഹുമാനിക്കും. കാരണം എന്താണ്? അവർ നബി കുടുംബമായി എന്നതാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബമായി എന്നതുകൊണ്ടാണ് നബി കുടുംബത്തെ നാം ബഹുമാനിക്കുന്നത്. കുടുംബം എന്ന് പറയുന്നത് അതൊരു വലിയ ബന്ധമാണ്. നമ്മളെല്ലാം മനുഷ്യരെല്ലാം മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും ഹവ്വാ റളിയല്ലാഹു അൻഹയുടെയും മക്കളാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇത്തഖൂ റബ്ബക്കും, നിങ്ങളെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന റബ്ബായ അല്ലാഹുവിനെ പൂർണ്ണമായി അനുസരിച്ച് ഭക്തിപൂർവം നിങ്ങൾ ജീവിക്കും. നിങ്ങളെ പോറ്റി വളർത്തുന്നവനാണ് അല്ലാഹ്. അതുകൊണ്ട് തന്നെ അവന്റെ കൽപ്പനകൾക്ക് വിധേയമാകണം, അവൻ വിരോധിച്ചത് കൈയൊഴിക്കണം, അല്ലാഹുവിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. ഇത്തഖൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബാണവൻ. അതൊരു വല്ലാത്ത വാചകമാണ്. അല്ലാഹു റബ്ബാൻ, നമ്മളുടെ മാത്രം റബ്ബല്ല, റബ്ബുൽ ആലമീൻ, സർവ്വ ലോകത്തിന്റെയും റബ്ബാൻ. ഹാതമുൽ അസ്മ റളിയല്ലാഹു അൻഹു വലിയ ഒരു മഹാനാണ്, വലിയ മഹാനാണ്. ഒരു ദിവസം ഇങ്ങനെ പോകുമ്പോൾ ഒരു അങ്ങാടിയിലെത്തി. അപ്പൊ ആ അങ്ങാടിയിൽ നിന്ന് മഹാനവറുകളുടെ ശിഷ്യൻ, ആ ശിഷ്യനെ വേറെ ഒരാള് വളരെ ശബ്ദമിട്ട് കശക്കുകയാണ്. അത് കണ്ടപ്പോ ഉസ്താദായ ഹാതമുൽ അസ്മ റളിയല്ലാഹു അൻഹുവിന് മനസ്സിന് പ്രയാസം. കാരണം പല നിലക്കുള്ള കുടുംബങ്ങളുണ്ട്. രക്തബന്ധത്തിലുള്ള കുടുംബം അതൊരു കുടുംബമാണ്. ഉസ്താദ് ശിഷ്യൻ എന്ന നിലക്കൊരു കുടുംബമുണ്ട്. ആ ബന്ധവും വലിയ കുടുംബം തന്നെയാണ്. ആത്മീയ രംഗത്തുള്ള ഗുരു ശിഷ്യ ബന്ധം. ആ ബന്ധമാണല്ലോ എല്ലാ മുഅ്മിനീങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധം. അതുകൊണ്ടല്ലേ അന്താ ഉമ്മുൻ അം അബൂ മറഅയ്ന ഫീഹിമാ മിസ്ല ഹുസൈനിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അസ്സഫീഉൽ അബ്താഹി വൽ ഹബീബിൽ അറബി. നമ്മളെല്ലാം നബി തങ്ങളോട് പറയും, തങ്ങൾ ബാപ്പയാണോ ഉമ്മയാണോ? ബാപ്പ ഉമ്മയിലൊന്നും തങ്ങൾക്കുള്ള ഗുണം നമ്മൾ കണ്ടിട്ടില്ല. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അബുൽ അർവാഹ്, സർവ്വ ആത്മാക്കളുടെയും ബാപ്പയാണ്. അന്നൽക്ക് ആത്മീയമായ കുടുംബം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കളെ പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറം
ബന്ധമുള്ളവരാണ് സർവ്വ മുഅ്മിനീങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി. എന്നാൽ രക്തബന്ധമുള്ളവരാണ് തങ്ങന്മാര്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറ്റൊരു നിലക്കുള്ള കുടുംബം. ഇതുപോലെ ഗുരു ശിഷ്യന്മാർ, ഉസ്താദും ശിഷ്യനും. അൽഹംദുലില്ലാഹ്, ഞാൻ ഇവിടെ വന്നപ്പോ ചെറുപ്പക്കാരനായ മുദരിസിനെ കണ്ടു. ധാരാളം മുതഅല്ലിമീങ്ങൾ ഓതി പഠിക്കുന്നുണ്ട്. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഈ നാട്ടിന്റെ ചുറ്റുപാടിൽ തന്നെ വലിയ സന്തോഷം തോന്നി. സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും നല്ല ഐക്യത്തോടുകൂടി ജീവിക്കുന്ന ഒരു നാട് ഖിയാമത്ത് നാൾ വരെ അല്ലാഹു അത് നിലനിർത്തി തരുമാറാകട്ടെ. സഹോദരന്മാരെ, നമ്മൾ ഒരു ആശയത്തിന്റെ, ഒരു പ്രസ്ഥാനത്തിന്റെ കുടുംബാംഗങ്ങളാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു നേതാവിന്റെ കീഴിലുള്ള കുടുംബാംഗങ്ങളാണ്. കുടുംബങ്ങൾ തമ്മിൽ തെറ്റാൻ പാടില്ലാത്തതുപോലെ ഒരു പ്രദേശത്തുമുള്ള മുഅ്മിനീങ്ങൾ തമ്മിൽ തെറ്റാൻ പാടില്ല. ഒരു നാട്ടുകാരും തമ്മിൽ തെറ്റാൻ പാടില്ല. നമ്മളൊരു പ്രസ്ഥാനത്തിന്റെ, ഒരു നേതൃത്വത്തിന് കീഴിലുള്ള കുടുംബാംഗങ്ങളാണ്. അങ്ങനെയുമുണ്ട് നമുക്കൊരു കുടുംബം. അപ്പൊ ഹാത്തമുൽ അസ്വം റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ, ആ ശിഷ്യൻ കശക്കപ്പെടുന്നത് കണ്ടപ്പോ ഹാത്തമുൽ അസ്വം റളിയല്ലാഹു അൻഹു ഈ കശക്കുന്ന ആളോട് ചോദിച്ചു, എന്താ പ്രശ്നം? അപ്പൊ പറഞ്ഞു, ഇവനൊരു പൈസ തരാനുണ്ട്, സാധനം വാങ്ങിയിട്ട് കുറെ സായി തരാന്ന് പറയാണ്, കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ദേഷ്യം പിടിച്ചിട്ട് പറയുന്നത്. അപ്പൊ നോക്കുമ്പോ ഈ സാധു മുതഅല്ലിമിന് പൈസ ഇല്ലാഞ്ഞിട്ടാ കൊടുക്കണം വിചാരിച്ചിട്ടല്ല. അപ്പൊ ഹാത്തമുൽ അസ്വം റളിയല്ലാഹു അൻഹു പറഞ്ഞു, കുറച്ച് സഹായിച്ചൂടെ എന്ന് ചോദിച്ചു ഈ മുതലാളിനോട്. അപ്പൊ മുതലാളി പറഞ്ഞു, എന്നോട് സഹായത്തിന്റെ വിവരം എന്ന് പറയണ്ട, എനിക്ക് പണം കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടല്ലോ ചിലർ, ഓരോരുത്തരുടെ ബഹുമാനം മനസ്സിലാക്കാത്തവർ, ഓരോരുത്തരുടെ സ്ഥാനം മനസ്സിലാക്കാത്തവർ. അത് പറഞ്ഞപ്പോ ഹാത്തമുൽ അസ്വം റളിയല്ലാഹു അൻഹുവിന് ഒരിക്കലും ദേഷ്യം പിടിക്കാത്ത ആളാണ്. എന്ത് പറഞ്ഞാലും ദേഷ്യം പിടിക്കൂല. അപ്പൊ ചെറിയ ദേഷ്യം മനസ്സിൽ വന്നു. ഹാത്തമുൽ അസ്വം റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലിട്ട ഒരു മേത്തട്ടം, ആ മേത്തട്ടം എടുത്തിട്ട് നിലത്തൊരൊറ്റ അടി. അയാൾ അടിച്ചിട്ടില്ല, കാരണം അയാൾ പൈസ ഇട്ടാണ്ടല്ലേ ചോദിക്കുന്നത്, അയാൾ അടിച്ചാൻ പറ്റുമോ? നിലത്തൊരൊറ്റ അടി അടിച്ചപ്പോൾ നിറയെ സ്വർണ്ണ നാണയം. എത്രയാണ് നിനക്ക് കിട്ടാനുള്ളത്? പെറുക്കിയെടുത്തോ, ആവശ്യമുള്ള സ്വർണ്ണ നാണയം പെറുക്കിയെടുത്തോ. നിനക്ക് കിട്ടാനുള്ളത് തികഞ്ഞാൽ പിന്നെ കൈ നീട്ടിപ്പോകരുത്, കിട്ടേണ്ടത് മാത്രം പെറുക്കിയെടുത്തോ. ഇയാള് പെറുക്കി അങ്ങനെ കിട്ടാനുള്ളത് തീർത്തും പെറുക്കി. പിന്നെയും ദുന്യാവ് കണ്ടപ്പോ ഇയാളെ മനസ്സ് അടുത്ത സ്വർണ്ണ നാണയത്തിലേക്ക് അങ്ങ് നീങ്ങിയപ്പോൾ കയ്യങ്ങൊടിഞ്ഞു പോയി. അദ്ദേഹം ഹാത്തമുൽ അസ്വം റളിയല്ലാഹു അൻഹുവിനോട് മാപ്പ് പറയുന്നു, പടച്ച റബ്ബിനോട് തൗബ ചെയ്യുന്നു. അത്ര വലിയ കറാമത്തുള്ള മഹാനായ ഹാത്തമുൽ അസ്വം റളിയല്ലാഹു അൻഹു മഹാനവറുകളോട് ഒരുത്തം വന്ന് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാ ജീവിക്കുന്നത് എന്ന് ചോദിച്ചു. മഹാനവറുകൾ പറഞ്ഞു, ഞാൻ ജീവിക്കുന്നത് അല്ലാഹു തആല തന്നിട്ട്, അള്ളാഹിന്റെ ഖജനാവ് അല്ലാഹ് തന്നിട്ട്. ഇയാള് പറഞ്ഞു, അങ്ങനെയൊന്നല്ല, നിങ്ങൾ മനുഷ്യന്മാര് തന്നിട്ട് ജീവിക്കുകയാണ്, മനുഷ്യന്മാരെ തിന്ന് ജീവിക്കുകയാണ്. ഹാത്തമുൽ അസ്വം റളിയല്ലാഹു അൻഹു ചോദിച്ചു, എടോ നിന്നോട് നിന്റെ ഭക്ഷണം ഇന്ന് വരെ ഞാൻ നിന്റെ ഭക്ഷണം കഴിച്ച് ജീവിച്ചിടോ, നീ എന്ത് വകയിലാ പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ വർത്തമാനം പറയുമ്പോൾ വർത്തമാനത്തിന്മേൽ കൂടുകയാണോ, സംസാരത്തിന്റെ മേലെ കൂടുകയാണോ? ബഹുമാനപ്പെട്ടവർ ചോദിച്ചു, എടോ സംസാരത്തിന് വിലയില്ല എന്നാണോ? നിന്റെ ബാപ്പാക്ക് ഉമ്മാനെ ഹലാലായി കിട്ടിയത് ഒരു സംസാരം കൊണ്ടാ. അങ്കഹത്തുക ബിന്ദി എന്ന് പറഞ്ഞപ്പോ ഖബിൽതു നികാഹഹാ എന്ന് നിന്റെ ബാപ്പ പറഞ്ഞിട്ടാ ഉമ്മ ഹലാലായത്. അങ്ങനെയാ നീ ജനിച്ചത്. അപ്പൊ വർത്താനത്തിന് വിലയില്ല എന്നല്ല, വാക്കിന് നല്ല വിലയുണ്ട്. നിന്റെ ബാപ്പക്ക് ഉമ്മ ഹലാലായത് അങ്ങനെയാ നീ ജനിച്ചതും. അതുകൊണ്ട് വാക്കിന് വിലയില്ലെന്ന് മനസ്സിലാക്കരുത്. പറയുമ്പോ ശ്രദ്ധിച്ച് പറയണം, ഏത് വാക്കും ശ്രദ്ധിക്കണം. അപ്പൊ ഇയാള് പറഞ്ഞു ഹാത്തമുൽ അസ്വം തങ്ങളോട്, അപ്പൊ നിങ്ങൾക്ക് പടച്ചവൻ തന്നിട്ട് അങ്ങനെ അങ്ങ് ജീവിക്കാണ് എന്ന് പറഞ്ഞാൽ
എന്നാ പിന്നെ നിങ്ങൾ മലർന്ന് അവിടെ കിടന്നാൽ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുമോ എന്ന് ചോദിച്ചു. ആത്തമുല്ല സമ്മതിയല്ലാഹു പറഞ്ഞു, എന്റെ റബ്ബ്, ആ റബ്ബിനെ കുറിച്ച് നിനക്കറിയില്ലടോ. എന്റെ റബ്ബാരാണെന്നറിയോ? മലർന്ന് കിടന്നാലും എനിക്ക് ഭക്ഷണം തരാൻ കഴിവുള്ളവനാണ് എന്റെ റബ്ബ്. ഞാൻ മലർന്ന് കിടന്നിട്ടുണ്ട്. എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചതിന് ശേഷം കുറെ ദിവസം ഞാൻ മലർന്നു കിടന്നിട്ടുണ്ട്. അതിനു മുമ്പ് ഉമ്മാന്റെ വയറ്റിൽ ഞാൻ മലർന്നു കിടന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഭക്ഷണം എന്റെ റബ്ബ് എനിക്ക് തന്നിട്ടുണ്ട്. മലർന്ന് കിടന്നാലും ഭക്ഷണം തരാൻ കഴിയുന്ന രാജാവാണ് എന്റെ റബ്ബ്. അപ്പൊ ഇയാൾ ചോദിച്ചു, വിത്തിടാതെ മുളക്കുവോ? വിത്തിടാതെ മുളക്കുവോ? ബഹുമാനപ്പെട്ടവര് ചോദിച്ചു, എടോ നിന്റെ തലയിൽ എത്ര മുടിയാ മുളച്ചത്? ആരാ വിത്തിട്ടത്? വിത്തിട്ടാല് മാത്രമേ മുളക്കുള്ളൂ എന്ന് നിന്നോടാരാ പറഞ്ഞത്? എന്റെ റബ്ബ് ഉദ്ദേശിച്ചാൽ വിത്തിടാതെ മുളപ്പിക്കാൻ കഴിയുന്ന റബ്ബാണ്. നീ മുടിയങ്ങ് അതാ അടിയിൽ നിന്ന് പറ്റേ വടിച്ചു കളഞ്ഞപ്പോഴും ആ മുടി പിന്നെയും വളർന്നു വന്നില്ലേ? ആരെങ്കിലും വിത്തിട്ടിട്ട് മുളച്ചതാണോ? വെള്ളവും വളവും ചേർത്തിട്ടാണോ? എന്റെ റബ്ബ് ഒരാൾക്ക് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ അവനത് കൊടുക്കുന്നതിനൊരു പ്രശ്നവുമില്ല. അങ്ങനെ കുറെ സംസാരം കഴിഞ്ഞപ്പോ ഈ മനുഷ്യന് മനസ്സിലായി, ഇതൊരു സാധാരണ പണ്ഡിതനല്ല, ഒരു സാധാരണ മഹാനല്ല. ഹാത്തമുല്ല സമ്മതിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ അദ്ദേഹം തൗബ ചെയ്യുന്നു. സുഹൃത്തുക്കളെ, അല്ലാഹു റബ്ബാണെന്ന് പറയുമ്പോ ആ റബ്ബെന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഉൾക്കൊള്ളണം. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തിയവനാണവൻ, പോറ്റി വളർത്തുന്നവനാണവൻ. ആയിരക്കണക്കിന് സൃഷ്ടികളുണ്ടവന്, കോടിക്കണക്കിന് സൃഷ്ടികളുണ്ടവന്. അവന്റെ അധികാരം വളരെ വിശാലമാണ്. അവൻ വല്ലാത്ത അധികാരമുള്ള രാജാവാണ്. അവൻ ഉദ്ദേശിക്കാത്തതൊന്നും ഇവിടെ നടക്കൂല. അവൻ ഉദ്ദേശിച്ചതൊന്നും ഇവിടെ നടക്കാതെ പോകൂല. റബ്ബുൽ ആലമീൻ. എത്ര സസ്യങ്ങൾ, എത്ര മത്സ്യങ്ങൾ, എത്ര മൃഗങ്ങൾ, എത്ര വന്യമൃഗങ്ങൾ, എത്ര മലക്കുകൾ, എത്ര മനുഷ്യർ, എന്തെല്ലാം സൃഷ്ടികളെയാണ് അവൻ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്നത്. ആ റബ്ബ് തന്നെയല്ലേ റബ്ബു സമാവാതി വൽ അർദ്. ആകാശങ്ങളുടെയും ഭൂമികളുടെയും റബ്ബ് ആ റബ്ബ് തന്നെയല്ലേ? അവൻ സൃഷ്ടിച്ചതല്ലാതെ ഒന്നുമില്ലല്ലോ. ആ റബ്ബ് നിങ്ങളുടെയും റബ്ബാണ്. ആ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണേ. യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും. നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ആ റബ്ബ് എന്താണ്? അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. അവൻ ഒരൊറ്റ ശരീരത്തിൽ നിന്ന് നിങ്ങളെ പടച്ചവനാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല ആദ്യമായി മണ്ണിൽ നിന്ന് പടച്ചു. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശേഷം വഖലഖ മിൻഹാ സൗജഹാ. ആദം നബി അലൈഹി സലാം മുഖേന തന്നെ അതാ ഇണയെ, ജോഡിയെ ഹവ്വാ റളിയല്ലാഹു അൻഹാ അല്ലാഹു തആല പടച്ചു. خلق منها وخلق منها زوجها وبث منهما رجالا كثيرا ونساء. ആദം നബി അലൈഹിസ്സലാമിന്റെയും ഹവ്വാ റളിയല്ലാഹു അൻഹയുടെയും മക്കളായി ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും അല്ലാഹു തആല സൃഷ്ടിച്ചു. അല്ലേ? ആ മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം, സുഹൃത്തുക്കളെ, ഒന്നാമത്തെ ബാപ്പ ശാരീരിക രംഗത്ത് ഉമ്മ ഹവ്വാ റളിയല്ലാഹു അൻഹാ. ഉമ്മ ഇറങ്ങിയത് ജിദ്ദയിലാണ്. ജിദ്ദയിൽ നിന്ന് മക്കയിലേക്ക് ഉമ്മാക്ക് പ്രവേശനം കിട്ടിയിട്ടില്ല. അതേ സമയത്ത് ബാപ്പ ഉപ്പാപ്പ ഇറങ്ങിയത് ഇന്ത്യയിലാണ്. അന്നത്തെ ഇന്ത്യ എന്ന് പറയുന്നത്
സിലോണും പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഉൾക്കൊള്ളുന്ന വിശാലമായ ഇന്ത്യയാണ്. ആ ഇന്ത്യയിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം 70 തവണ ഹജ്ജിന് പോയിട്ടുണ്ടെന്ന് ചരിത്രം പറയുന്നുണ്ട്. മക്ക ശരീഫിൽ ആദം നബി അലൈഹിസ്സലാമിനെ പടക്കുന്നതിന് മുമ്പ്, ആകാശഭൂമികളെ പടക്കുന്നതിന് മുമ്പ്, അല്ലാഹു തആല ഭൂമിയെ പടക്കുന്നതിന് മുമ്പ് സൃഷ്ടിച്ചതാണ് കഅബ ശരീഫിന്റെ സ്ഥലം. ആ കഅബ ശരീഫിന്റെ സ്ഥലം സൃഷ്ടിച്ചിട്ട് അവിടുന്ന് അങ്ങോട്ട് ഭൂമി വിശാലമാക്കി പടച്ചതാണ്. അതുകൊണ്ടാണ് കഅബ നിൽക്കുന്ന പ്രദേശമായ മക്കത്തുൽ മുകറമക്ക് ഖുർആൻ ഉമ്മുൽ ഖുറാ, നാടുകളുടെ ഉമ്മ എന്ന പേര് വെച്ചിട്ടുള്ളത്. അവിടുന്ന് അങ്ങോട്ടാണ് മറ്റുള്ള എല്ലാ പ്രദേശങ്ങളും പടച്ചത്. ആ മക്കത്തുൽ മുകറമയിൽ അല്ലാഹു തആല നേരത്തെ ആദം നബി അലൈഹിസ്സലാമിനെ ഭൂമിയിൽ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ മലക്കുകളെ പറഞ്ഞേച്ച് കഅബ നിർമ്മിച്ചിട്ടുണ്ട്. ആ കഅബക്ക് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി മലക്കുകൾ 4 ഭാഗത്തും സഫ് കെട്ടി നിന്നിട്ടുണ്ട്. അന്ന് മലക്കുകൾ സഫ് കെട്ടി നിന്ന സ്ഥലമാണ് ഹറമിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത്. മക്കയിൽ നിന്ന് കുറെ അകലെ ഹറമിന്റെ ബൗണ്ടറി ഉണ്ടല്ലോ. ആ ഹറമിന്റെ ബൗണ്ടറി അറഫ മൈതാനി ഹറമിൽപ്പെട്ടതല്ല, അതേസമയത്ത് മിന ഹറമിൽപ്പെട്ടതാണ്. ഹറമിൽ നിന്നൊരു സൽക്കർമ്മം ചെയ്താൽ 1,00,000 ഇരട്ടി പ്രതിഫലമാണ്. ഹറമിന്റെ ബൗണ്ടറിയിൽ എവിടെയും 1,00,000 ഇരട്ടി പ്രതിഫലമാണ്. അത്ര വലിയ സ്ഥാനമുള്ള ഹറമുണ്ടല്ലോ, അത് അന്ന് മലക്കുകൾ പ്രൊട്ടക്ഷന് വേണ്ടി ശൈത്താൻ കഅബയിലേക്ക് വരാതിരിക്കാൻ 4 ഭാഗത്തും സഫ് കെട്ടി നിന്ന സ്ഥലമാണ് ഹറമിന്റെ ബൗണ്ടറി എന്ന് പറയുന്നത്. ആ കഅബ ശരീഫ് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന യാഖൂത്തും സബർജദും ഒക്കെ ഉപയോഗിച്ചു കൊണ്ടുണ്ടാക്കിയ കഅബ. ആ കഅബയെ ആദം നബി അലൈഹിസ്സലാം ഇറങ്ങുന്നതിന്റെ എത്രയോ കൊല്ലം മുമ്പ് തന്നെ മലക്കുകൾ തവാഫ് ചെയ്തിരുന്നു. സുഹൃത്തുക്കളെ, ആ തവാഫ് ചെയ്തിരുന്ന മലക്കുകൾ കഅബ തവാഫ് ചെയ്യുന്നു. അവിടേക്ക് പോകാൻ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല പറഞ്ഞേച്ചു. കാരണം മലക്കുകളെ ശബ്ദം സ്വർഗത്തിൽ നിന്ന് കേട്ടതാണ്. ഭൂമിയിൽ വന്നപ്പോൾ ആ ശബ്ദം കേൾക്കുന്നില്ല. അതിന്റെ സങ്കടപ്പെടുന്ന സമയത്ത് മലക്കുകളുമായി ബന്ധപ്പെടാനും സ്വർഗത്തിൽ നിന്നുള്ള ചില വസ്തുക്കൾ കാണാനും സ്വർഗത്തിൽ നിന്നിറക്കിയ കല്ലുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട കഅബയുടെ സമീപത്ത് എന്ന് ഇബാദത്ത് ചെയ്യാനും അല്ലാഹു ആദം നബി അലൈഹിസ്സലാമിന് ഓർഡർ കൊടുത്തതനുസരിച്ച് കഅബയുടെ സമീപത്ത് എന്ന് തവാഫും ഹജ്ജും ചെയ്തു നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം. പക്ഷേ മനസ്സിന്റെ സന്തോഷത്തിന് ഇണ വേണം, കുടുംബം വേണം. ആ ആവശ്യത്തിന് സ്വർഗത്തിൽ നിന്ന് അല്ലാഹ് പടച്ചു കൊടുത്ത പെണ്ണാണ് ഹവ്വാ റളിയല്ലാഹു അൻഹാ. മഹദി ജിദ്ദ, ജദ്ദ എന്ന് പറഞ്ഞ ഉമ്മാമ, ജദ്ദ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഉമ്മാമ. ഉമ്മാമ എന്ന പേര് ജദ്ദക്ക് കിട്ടിയിട്ടുള്ളത് ഉമ്മാമാന്റെ നാടായത് കൊണ്ടാണ്. ഹവ്വാ ബീവിയുടെ ഖബർ ഇപ്പോഴും ജദ്ദയിൽ കാണാമല്ലോ. ആ മഹദിയായ ഹവ്വാ റളിയല്ലാഹു അൻഹാ മഹദിക്ക് മക്കയിലേക്ക് കഅബയുടെ സമീപത്തേക്ക് പ്രവേശനം കൊടുത്തിരുന്നില്ല. കാരണം എന്താണെന്നറിയോ ഉമ്മമാരെ? സ്വർഗത്തില് സന്തോഷകരമായ കുടുംബമായി ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ റളിയല്ലാഹു അൻഹയും ജീവിക്കുമ്പോ അല്ലാഹു തആല വിരോധിച്ച മരത്തിന്റെ മേലെ നിന്ന് പഴം പറിച്ചത് അതാ ഹവ്വാ ബീവിയാണ്. ആ ഒരബദ്ധം ആ സ്ത്രീക്ക് വന്നതിനാൽ ഉമ്മാമക്ക് കഅബയുടെ സമീപത്ത് പ്രവേശനം കൊടുത്തിട്ടില്ല. ആദം നബി അലൈഹിസ്സലാം കഅബയുടെ സമീപത്തേക്ക് വരികയാണ്, തവാഫ് ചെയ്യുകയാണ്, ഹജ്ജ് ചെയ്യുകയാണ്. ഭാര്യയുമായുള്ള ബന്ധത്തിൽ സന്തോഷം കിട്ടാൻ ഇടയ്ക്ക് ആദം നബി അലൈഹിസ്സലാം
മക്കയിൽ നിന്ന് ജിദ്ദയിലേക്ക് പോകലാണ്. ബഹുമാനപ്പെട്ട അബൂൽ വലീദുൽ അസ്റഖി റളിയല്ലാഹു അൻഹു താരീഖ് മക്ക എന്ന ലോക പ്രശസ്തമായ കിതാബിൽ ഈ വിഷയം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ആ കഅബ ശരീഫിന്റെ സമീപത്ത് വന്ന് ഇബാദത്തെടുത്ത നബിയുല്ലാഹി ആദം അലൈഹിസ്സലാം കഅബ ശരീഫിന്റെ ബഹുമാനവും കഅബയുടെ സമീപത്ത് മഹാന്മാരെ വരലും അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലം മുതൽ തുടങ്ങിയതല്ല. അത് ആദം നബി അലൈഹിസ്സലാം വരുന്നതിന്റെ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ മലക്കുകൾ വന്ന് തവാഫ് ചെയ്യാറുണ്ടായിരുന്നു. അവിടെ വെച്ച് നിങ്ങൾ എന്താണ് ചൊല്ലാറുള്ളതെന്ന് മലക്കുകളോട് ആദം നബി അലൈഹിസ്സലാം ചോദിച്ചപ്പോ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ, ഇതാണ് ഞങ്ങൾ കഅബത്തിനടുക്കൽ പറയാറെന്ന് പറഞ്ഞപ്പോ ആദം നബി അലൈഹിസ്സലാം പറഞ്ഞു, അതിന്റെ കൂടെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നും കൂടി കൂട്ടിച്ചേർക്കണേ മലക്കുകളെ. ആദം നബി മലക്കുകളെ ഉസ്താദല്ലേ സുഹൃത്തുക്കളെ? അതേ, ആദം നബി പറഞ്ഞു കൊടുത്തപ്പോ മലക്കുകൾ അതും കൂടി ചൊല്ലാറുണ്ട്. പിൽക്കാലത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് കഅബയുടെ പുനർനിർമ്മാണം നടത്തിയപ്പോ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് മലക്കുകൾ ചൊല്ലുന്ന ദിക്ർ പറഞ്ഞു കൊടുത്തപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒന്നും കൂടി കൂട്ടിച്ചേർത്ത് കൊടുത്തു. വഹുവൽ അലിയുൽ അദീം എന്നുകൂടി കൂട്ടിക്കോളൂ എന്ന് ഇബ്രാഹിം നബി ഉപദേശിച്ചു കൊടുത്തു മലക്കുകൾക്ക്. അതൊക്കെ വലിയ സംഭവങ്ങളാണ്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് കുടുംബത്തെ കുറിച്ച് സംസാരിക്കുമ്പോ ആദ്യം തന്നെ പറയാനുള്ളത്, സന്തോഷകരമായ കുടുംബം വേണോ? തഖ്വ ചെയ്ത് ജീവിക്കണം. അല്ലാഹ് കൽപ്പിച്ചതിനെതിരൊന്നും ചെയ്തേക്കരുത്. ഞാൻ സ്ത്രീകളോടും പറയുന്നു, പുരുഷന്മാരോടും പറയുന്നു. ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹാ ആ പഴം പറിച്ചു പോയതിന്റെ പേരിൽ ആദം നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഹജ്ജിന് പോകാൻ സാധിച്ചില്ല. ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ ജിദ്ദയിൽ തന്നെ എന്നുവരെ ഇമാം അസ്റഖി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തി വെച്ചു. അപ്പൊ എന്ത് വേണം? തഖ്വയോടുകൂടെ ജീവിക്കണം. അതാണ് അല്ലാഹു തആല യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ. ആ ഉപ്പാപ്പയും ഉമ്മാമയുമാകുന്ന കുടുംബം, ആ കുടുംബത്തിൽ നിന്ന് ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും അല്ലാഹു തആല ഭൂമി ലോകത്ത് പടച്ചു. സുഹൃത്തുക്കളെ, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്തുണ്ടായിരുന്ന ആ കഅബ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തായപ്പോൾ അത് ആകാശലോകത്തേക്ക് ആ കല്ലുകളും സ്വർഗത്തിൽ വന്ന വിളക്കുകളും ഒക്കെ ഉയർത്തപ്പെട്ടു പോയി. ഒരൊറ്റ ഒരു കല്ല് മാത്രം അവിടെ ബാക്കി വെച്ചു. അതാണ് ഹജറുൽ അസ്വദ്. ബാക്കിയുള്ള കല്ലൊക്കെ ഉയർത്തപ്പെട്ടു പോയി. പിന്നെ ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കൾ കഅബ പുനർനിർമ്മാണം നടത്തി, കല്ലും മണ്ണൊക്കെ ചേർത്തുകൊണ്ട് പുനർനിർമ്മാണം നടത്തി. ആ കഅബ അമ്പിയാക്കളെല്ലാം തവാഫ് ചെയ്യുകയും ഇബാദത്ത് എടുക്കുകയും ചെയ്തു. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് തൂഫാൻ എന്ന് പറയുന്ന വലിയ വെള്ളപ്പൊക്കമുണ്ടായി. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ശത്രുക്കൾ കൊല്ലപ്പെടുമ്പോൾ സുഹൃത്തുക്കളെ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഒരു മകൻ കൻആൻ, അവനെ നൂഹ് നബി അലൈഹിസ്സലാം വിളിച്ചു, സത്യത്തിലേക്ക് വിളിച്ചു, ബാപ്പയുടെ കൂടെ നിൽക്കാൻ വേണ്ടി വിളിച്ചു. നൂഹ് നബി അലൈഹിസ്സലാമിന് റബ്ബിന്റെ ഓർഡർ പ്രകാരം നേരത്തെ നിർമ്മിച്ചിട്ടുള്ള കപ്പലുണ്ട്. ആ കപ്പലിൽ മുഅ്മിനീങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. എല്ലാ ജീവികളെയും ഇണകളെ കയറ്റിയിട്ടുണ്ട്. ആ പടുകൂറ്റൻ കപ്പൽ ഇങ്ങനെ പോകുമ്പോ സ്വന്തം മകനെ വിളിച്ചു. പക്ഷേ ബാപ്പ വലിയ മഹാനാണെങ്കിലും ആ കുടുംബത്തിൽ പിറന്നവനാണെങ്കിലും കൻആനിന് ഹിദായത്തുണ്ടായില്ല. അവൻ നൂഹ് നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, സാബീ ഇലാ ജബലി യസിബുനി മിനൽ മാ. നിങ്ങളെ കപ്പലിൽ കയറാണ് ഞാനില്ല ബാപ്പ, ഞാൻ വലിയ മലേന്റെ മുകളിൽ കയറി രക്ഷപ്പെട്ടോളൂ. പക്ഷേ ആ മകനെ രക്ഷപ്പെടുത്താൻ
പടച്ച റബ്ബിനോട് നൂഹ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുമ്പോ അല്ലാഹു പറയുന്നു, നൂഹ് നബിയേ, അത് നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ടതല്ല. സ്വന്തം മകനാണെങ്കിലും ആശയപരമായി നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഈമാൻ ഉൾക്കൊള്ളാൻ കഴിയാത്ത മകൻ അത് കുടുംബത്തിൽപ്പെട്ടതായി കണക്കാക്കേണ്ടതില്ല. അവൻ അതാ മുഗ്റഖീകളിൽ മുക്കിക്കൊല്ലപ്പെടുന്നവരിൽ പെട്ടവനാണ്. അവനാ കപ്പലിൽ കയറാൻ ഭാഗ്യം ലഭിച്ചില്ല. പ്രളയത്തിൽ അവൻ മരിച്ചുപോയി. ബാപ്പ വലിയ ആളാണ്, പക്ഷേ ഈമാനും ഹിദായത്തും ഇല്ലെങ്കിൽ കുടുംബ ബന്ധം കൊണ്ട് കാര്യം കിട്ടൂല. അത് അല്ലാഹു തആല പഠിപ്പിക്കുകയാണല്ലോ. സുഹൃത്തുക്കളെ, നൂഹ് നബി അലൈഹിസ്സലാം കയറിയ കപ്പൽ, ആ കപ്പൽ ഇങ്ങനെ വെള്ളത്തിലൂടെ ചലിക്കുകയാണ്. ആ കപ്പൽ നീങ്ങി നീങ്ങി കഅബ ശരീഫിന്റെ സമീപത്ത് വന്നു. എല്ലാ സ്ഥലത്തും വെള്ളം കേറിയിട്ടുണ്ട്. അന്ന് വെള്ളം കേറാത്ത പ്രദേശമുള്ളത് ഇന്ത്യയിലാണെന്ന് ഇമാം മസ്റഖി രേഖപ്പെടുത്തുന്നുണ്ട്. ഏകദേശ സ്ഥലങ്ങളും ലോകം മുഴുക്കെ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട്. ആ കപ്പലിൽ നൂഹ് നബി അലൈഹിസ്സലാമും കപ്പലും കഅബത്തിന്റെ സമീപത്ത് വന്ന് കപ്പല് തന്നെ കഅബ തവാഫ് ചെയ്യുന്നു. കപ്പല് കഅബ തവാഫ് ചെയ്യുന്നു. അതിലുള്ളവരും ആ തവാഫിൽ പങ്കുചേരുന്നു. അങ്ങനെ ആ തൂഫാൻ വന്നപ്പോൾ തൂഫാനിൽ അതാ ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളും പിൻഗാമികൾ പണിത കഅബയുടെ ചുമരുകൾ പൊളിഞ്ഞു വീണുപോയി. ആ സ്ഥലം പിന്നീട് ഒരു വലിയ കുറച്ചു കൂമലായി മണ്ണ് കൂട്ടിയിട്ടതുപോലെ ഒരൽപ്പം പൊങ്ങിയിട്ടൊരു ചെറിയ കുന്ന് പോലെ നിന്നു. പിൽക്കാലത്ത് വന്ന എല്ലാ അമ്പിയാക്കളും എന്ന് പറയാം, ഏകദേശം എല്ലാ നബിമാരും എല്ലാ മഹാന്മാരും കഅബയുടെ സമീപത്ത് വന്ന് പ്രാർത്ഥിക്കുകയും അല്ലാഹുവോട് പ്രാർത്ഥിക്കുകയും ആ സ്ഥലത്തിന് വലിയ ബഹുമാനം കാണുകയും അതിന്റെ ചുറ്റുഭാഗത്തുനിന്ന് ദുആ ചെയ്യുമ്പോൾ അവർക്ക് ഇജാബത്ത് കിട്ടുകയും ചെയ്തു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഖബർ, സാലിഹ് നബി അലൈഹിസ്സലാമിന്റെ ഖബർ, ഹൂദ് നബി അലൈഹിസ്സലാമിന്റെ ഖബർ, അങ്ങനെ പലരുടെയും ഖബർ കഅബയുടെ സമീപത്തുണ്ടെന്ന് പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആ കഅബ ശരീഫ് പിന്നീട് അതിന്റെ തറ കൃത്യമായി അല്ലാഹു തആല പ്രത്യേക സംവിധാനത്തിലൂടെ മാർക്ക് ചെയ്തു കൊടുത്ത് വീണ്ടും ആ തറയിൽ അതേ കഅബയുടെ നിർമ്മാണം നടത്തിയ മഹാനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് കഅബയുടെ നിർമ്മാണത്തിന് സഹായിച്ചു കൊടുത്തത് സ്വന്തം മകനാണ് നബിയുല്ലാഹി ഇസ്മാഈൽ. ബാപ്പ ദീനിന്റെ ഖാദിമാകുമ്പോ, ബാപ്പ പള്ളിയുടെയും മദ്രസയുടെയും പ്രവർത്തകനാകുമ്പോ, ബാപ്പ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനാകുമ്പോ അതിൽ സഹകരിച്ചു കൊടുക്കാൻ കഴിയുന്ന മക്കൾ, ആ മക്കൾക്ക് വലിയ പുണ്യമാണ്, മഹത്വമാണ്. ബാപ്പ ഉള്ള ആ സുന്ദരമായ ദീനിന്റെ ആശയം അംഗീകരിക്കാത്ത മക്കളോ അത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനെ പോലെ ഗതികെട്ടവനാണ്. അതേ സമയത്ത് ബാപ്പയോട് പൂർണ്ണമായി സഹകരിക്കുന്ന അള്ളാന്റെ ദീനിൽ ഉറച്ചു നിന്ന് ഈമാനോടെ മുന്നേറുന്ന മക്കൾ വലിയ ഭാഗ്യവാന്മാരാണ്. അത് സ്വന്തം ശരീരം അറുക്കപ്പെടണമെന്ന നിർദ്ദേശം വന്നപ്പോൾ പോലും അള്ളാഹുവിന്റെ മുമ്പിൽ വിധേയത്വം കാണിച്ച നബിയുല്ലാഹി ഇസ്മാഈൽ ഖിയാമത്ത് നാൾ വരെ 4 ദിവസം, നിങ്ങളെ ഉറൂസ് 14 ദിവസമാണെങ്കിൽ അല്ല 15 ദിവസമാണെങ്കിൽ ലോകം മുഴുക്കെയുള്ള എല്ലാ മുസ്ലിമീങ്ങളും കൊല്ലത്തിൽ 4 ദിവസം, ദുൽഹജ്ജ് 10, ദുൽഹജ്ജ് 11, ദുൽഹജ്ജ് 12, ദുൽഹജ്ജ് 13, 4 ദിവസം എത്ര കാളകളെയാണ്, എത്ര പോത്തുകളെയാണ്, എത്ര ആടുകളെയാണ്, എത്ര ഒട്ടകങ്ങളെയാണ് അറുത്തിട്ട് ജനങ്ങൾക്ക് മാംസം വിതരണം ചെയ്യുന്നു. ആരെ ഓർത്തിട്ടാ? ഖലീലുല്ലാഹി ഇബ്രാഹിം, നബിയുല്ലാഹി ഇസ്മാഈൽ,
2 പേരും നബി തങ്ങളെ ഉപ്പാപ്പമാരാണ്. ആ ഉപ്പാപ്പമാരെ അനുസ്മരിച്ച് ലോകം മുഴുക്കേ ആട്ടിനെയും പോത്തിനെയും കാളയെയും അതുപോലെ അതാ ഒട്ടകത്തെയും അറുത്ത് ഭക്ഷണം വിതരണം ചെയ്യുന്നു. മാംസം ഭക്ഷണമാണ്, അറുത്ത മാംസം ഭക്ഷണമാണ്. ചത്ത മാംസം ശവമാണ്, നജസാണ്. അറുത്ത മാംസം ഭക്ഷണമാണ്. അറുക്കാതിരുന്നാൽ മൃഗമാണ്, അപ്പോൾ അത് ഭക്ഷണമാവില്ല. അതുകൊണ്ടാ ഒട്ടകത്ത് അങ്ങനെ തന്നെ ഉളുഹിയത്ത് കൊടുത്താൽ ഉളുഹിയത്താവില്ല, അറുത്തിട്ട് കൊടുക്കണം. ഒരാൾ പോത്തിന് അങ്ങനെ തന്നെ കൊടുത്താൽ ഉളുഹിയത്താവില്ല, അറുത്തിട്ട് കൊടുക്കണം. അറുത്താലേ ഭക്ഷണമുള്ളൂ. അപ്പോൾ ആ മഹാന്മാരെ ഭക്ഷണം കൊടുത്തുകൊണ്ട് അനുസ്മരിക്കപ്പെടുകയാണ് 4 ദിവസം. പുത്തൻവാദികൾക്ക് ഒരാളെ അനുസ്മരിച്ചുകൂടാ, ഉറൂസും പറ്റൂല, മരിച്ച പോലെ ഭക്ഷണവും കൊടുത്തുകൂടാ, ഒന്നും കൊടുത്തുകൂടാ. എല്ലാം മുടക്കുന്ന മുടക്കികൾ അതാണല്ലോ ഈ പുത്തൻവാദികൾ. അല്ലാഹു തആല അവരെ ശർറിൽ നിന്ന് കാക്കട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ആ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ബാപ്പയുടെ അതേ ആദർശത്തിൽ, അതേ ആശയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നീങ്ങിയ മകൻ, ആ ബാപ്പ ആ ഭർത്താവിനെ 100% അംഗീകരിച്ച് വിശ്വസിച്ച ഭാര്യ ഹാജർ ബീബി റളിയല്ലാഹു അൻഹാ, സാറ ബീബി റളിയല്ലാഹു അൻഹാ, 2 മഹദികളും സ്മരിക്കപ്പെടുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, ഒരു കുടുംബത്തിന്റെ മഹിമ എന്തുകൊണ്ടാണ്? തഖ്വ കൊണ്ടാണ്. കുടുംബത്തിന്റെ മഹിമ തഖ്വ കൊണ്ടാണ്. അല്ലാഹു തആല അതുകൊണ്ടാണ് യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും അല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അല്ലാഹനെ മാത്രം സൂക്ഷിച്ചാൽ പോരാ. അല്ലദീ തസാഅലൂന ബിഹി, അല്ലാഹു തആല നിങ്ങൾ പലപ്പോഴും വല്ല സംഗതിയും കിട്ടാൻ വേണ്ടി അല്ലാഹനെ വിചാരിച്ച് ചെയ്യണമെന്ന് പറയലില്ലേ? കാരണം അല്ലാഹനെ മുൻനിർത്തി ചോദിക്കലില്ലേ? അങ്ങനത്തെ അല്ലാഹ് ഉണ്ടല്ലോ, ആ അല്ലാഹനെ നിങ്ങൾ സൂക്ഷിക്കണം. പോരാ, വൽ അർഹാം, കുടുംബ ബന്ധം സൂക്ഷിക്കണം. കുടുംബ ബന്ധം വളരെ വലുതാണ്. കുടുംബ ബന്ധം സൂക്ഷിക്കണം. സുബ്ഹാനല്ലാഹ്. ജ്യേഷ്ഠനും അനുജനും പരസ്പരം മിണ്ടാത്തവർ, ആങ്ങളെയും പെങ്ങളും പരസ്പരം മിണ്ടാത്തവർ. എന്താ വിഷയം? ബാപ്പ മരിച്ചിട്ടുണ്ട്, ബാപ്പാക്ക് കുറെ സ്വത്തുണ്ട്. ഈ സ്വത്തിന്റെ വിഷയത്തിലുള്ള തർക്കാണ്. അതുകൊണ്ട് ജ്യേഷ്ഠൻ അനുജനോട് മിണ്ടുന്നില്ല, ആങ്ങളിനോട് പെങ്ങള് മിണ്ടുന്നില്ല. നിങ്ങൾ ഇവിടെ ഒന്നും അങ്ങനത്തെ ഒരൊറ്റ കുടുംബം ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ചിലപ്പോ സംഭവിക്കുന്നത്, എന്റെ നാട്ടിലൊക്കെ ചിലപ്പോൾ സംഭവിക്കാറുള്ളത് കൊണ്ട് ഞാൻ പറയാണ്, ഒരിക്കലും അങ്ങനെയാകരുത്. കുടുംബ ബന്ധം അത് പണത്തിന് വേണ്ടിയും ധനത്തിന് വേണ്ടിയുമുള്ള ബന്ധമല്ല. പണത്തിന് വേണ്ടിയല്ല കുടുംബത്തെ സ്നേഹിക്കേണ്ടതും ബഹുമാനിക്കണം. പണം വളരെ താഴ്ന്ന ഒരു സാധനം, വളരെ താണ ഒരു സാധനം. ദുന്യാവ് എന്ന് പറഞ്ഞാൽ തന്നെ താഴ്ന്നത്. ദുന്യാവ് എന്ന് പറഞ്ഞാൽ മുന്തിയ സാധനമല്ല, അത് വളരെ താണ ഒരു സാധനം. അതിനുവേണ്ടി കുടുംബ ബന്ധം മുറിക്കുകയോ, അതിനുവേണ്ടി അയൽവക്കം മുറിക്കുകയോ, അതിനുവേണ്ടി മുഅ്മിനീങ്ങൾ തമ്മിൽ പിണങ്ങുകയോ, അതിന്റെ പേരിൽ മുഅ്മിനീങ്ങൾ തമ്മിൽ തല്ലുണ്ടാക്കുകയോ പാടില്ല. അത് വളരെ താഴ്ന്ന ഒരു സാധനം. കുടുംബം അത് വളരെ മഹത്വമുള്ളതാണ്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ, അല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, കുടുംബ ബന്ധം സൂക്ഷിച്ചോളണം. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ ദിവസം അസറിന്റെ ശേഷം ഏറ്റവും ബഹുമാനമുള്ള ദിനം, ഏറ്റവും ബഹുമാനമുള്ള സമയം അറഫ ദിവസം. നിങ്ങൾക്കറിയാലോ, ഫർദ് നോമ്പിന്റെ കൂടെ ഒരുപാട് സുന്നത്ത് നോമ്പുകളുണ്ട്. അതിലേറ്റവും ബഹുമാനമുള്ള നോമ്പ് അറഫയുടെ നോമ്പാണ്. രണ്ടാമത്തത് ആശൂറയുടെ നോമ്പാണ്, മുഹറം. അറഫ നടക്കുന്നത് യുദ്ധം ഹറാമാക്കപ്പെട്ട ദുൽഹജ്ജ് മാസത്തിലാണ്. ദുൽഖഅദ് മാസവും യുദ്ധം ഹറാമാക്കപ്പെട്ട മാസമാണ്. അതേപോലെ യുദ്ധം ഹറാമാക്കപ്പെട്ടിരുന്ന മാസമാണ് മുഹറം. ഒന്ന് കൊല്ലത്തിന്റെ തുടക്കത്തിൽ, ദുൽഖഅദും ദുൽഹജ്ജും കൊല്ലത്തിന്റെ അവസാനത്തിൽ. എന്നാൽ അല്ലാഹു തആല അവന്റെ കാരുണ്യം കൊണ്ട്
കൊല്ലത്തിന്റെ മധ്യത്തിലും തന്ന ഒരു മാസം, അതാണ് നമ്മളിപ്പോൾ റജബ്. റജബും യുദ്ധം ഹറാമാക്കപ്പെട്ടിരുന്ന മാസമാണ്. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു മിൻഹാ അർബഅത്തുൻ ഹുറും, 4 മാസങ്ങൾ പവിത്ര മാസങ്ങളാണ്. അതിലൊന്നാണ് റജബ്. സുന്നത്ത് നോമ്പിന് ഏറ്റവും പറ്റിയ മാസമാണ് മുഹറം, രണ്ടാമത്തതാണ് റജബ്. സുഹൃത്തുക്കളെ, റജബ് മാസം 27 നോമ്പെടുക്കൽ സുന്നത്തുണ്ടോ, വല്ല കിതാബിലുണ്ടോ എന്നൊക്കെ ചിലപ്പോൾ മുതഅല്ലിമീങ്ങളോട് ചിലർ റജബ് 27 നോമ്പെടുക്കണോ എന്നൊക്കെ ഇഷ്കാല് ചോദിക്കും. എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ ധൈര്യത്തോടെ പറയണം, 27 നോമ്പ് സുന്നത്താണ്, 28 നോമ്പ് സുന്നത്താണ്, 29 നോമ്പ് സുന്നത്താണ്, 30 നോമ്പ് സുന്നത്താണ്, ശഅബാൻ 1 നോമ്പ് സുന്നത്താണ്, ശഅബാൻ 2 നോമ്പ് സുന്നത്താണ്, ശഅബാൻ 3 നോമ്പ് സുന്നത്താണ്. ശാഫിഈ മദ്ഹബിലെ ഏറ്റവും മുഅ്തമദായ കിതാബ് തുഹ്ഫയിൽ അത് പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാ മാസവും ഉണ്ട്, വെറും റജബിൽ മാത്രമല്ല, എല്ലാ മാസവും 27, 28, 29, 30, 1, 2, 3 നോമ്പെടുക്കൽ സുന്നത്തുണ്ട്. പിന്നെ റജബിന്റെ കാര്യം പറയണോ? റജബ് 27 എന്തായാലും ഉണ്ട്, കാരണം അത് മിഅ്റാജ് നടന്ന ദിവസത്തിന്റെ രാത്രിയുടെ പകലും കൂടിയാണ്. അതുകൊണ്ട് എന്തായാലും ഉണ്ട്. അതുകൊണ്ട് റജബ് 27 നോമ്പെടുക്കണ്ടെന്ന് ഏത് പുത്തൻവാദി പറഞ്ഞാലും മുസ്ലിമീങ്ങൾ അംഗീകരിക്കാൻ പാടില്ല. അന്ന് എന്തായാലും നോമ്പെടുക്കൽ സുന്നത്താണ്, എല്ലാ കിതാബിലും ഉണ്ട്, തുഹ്ഫയിൽ തന്നെയുണ്ട്. സുഹൃത്തുക്കളെ, ഇതുപോലെ തന്നെയാണ് ശഅബാൻ 15 എല്ലാ മാസവും 13, 14, 15 നോമ്പെടുക്കൽ സുന്നത്താണ്. ദുൽഹജ്ജ് മാസത്തിലെ 13 നോമ്പെടുത്തൂടെ പെരുന്നാളാണ്. അല്ലാത്ത എല്ലാ മാസവും 13, 14, 15 നോമ്പെടുക്കൽ സുന്നത്താണ്. അപ്പൊ ശഅബാൻ 15 നോമ്പെടുക്കൽ സുന്നത്താണെന്നതിൽ ഒരു തർക്കവും ഇല്ല. പക്ഷേ ബറാഅത്ത് ദിവസമായതുകൊണ്ട് അങ്ങനെയും കൂടി അതിന്റെ സുന്നത്തിന്റെ കട്ടി കൂടുന്നുണ്ടോ, ഉണ്ടെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഏതായാലും നോമ്പെടുക്കൽ സുന്നത്താണെന്നതിൽ തർക്കമില്ല. അതുകൊണ്ട് ബറാഅത്തിന്റെ നോമ്പെടുക്കുമ്പോ, റജബ് 27 നോമ്പെടുക്കുമ്പോ അത് മുറിക്കാൻ വേണ്ടി വിവരം കെട്ട പുത്തൻവാദി പറഞ്ഞാൽ അവൻ ജനങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നവനാണ്, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നവനല്ലെന്ന് മനസ്സിലാക്കി പുത്തൻവാദിയുടെ സർവ്വവാക്കുകളും പുത്തൻവാദിയെ തന്നെയും പരിപൂർണമായി മുസ്ലിമീങ്ങൾ വലിച്ചെറിയണേ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ആ ദുൽഹജ്ജ് മാസത്തിലെ അറഫയുടെ ദിനം, അറഫ മൈതാനിൽ ഒരുമിച്ച് കൂടിയവർക്ക് നോമ്പ് സുന്നത്തില്ല. അത് അവര് ഹജ്ജിന്റെ പ്രവർത്തനം നടക്കുമ്പോൾ ക്ഷീണിക്കാതിരിക്കാനാണ്. എന്നാൽ പുറത്തുള്ളവർക്കൊക്കെ വലിയ നോമ്പ് സുന്നത്തുള്ള ദിവസമാണ്. ആ ദിവസം അസ്റിന്റെ ശേഷം സഹാബത്തിന്റെ കൂടെ നബി തങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോ പ്രാർത്ഥന നടത്താൻ പോവാണ്, ദ്വാർക്കാൻ പോവാണ്. നബി തങ്ങൾ പറയുന്നു, എന്റെ സദസ്സിൽ കുടുംബ ബന്ധം മുറിക്കുന്ന വല്ലവനുമുണ്ടെങ്കിൽ അവൻ എഴുന്നേറ്റ് പോകണേ. സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റങ്ങ് പോയി. കുറച്ച് കഴിഞ്ഞിട്ട് മടങ്ങി വന്നു. നബി തങ്ങൾ ചോദിച്ചു, എവിടെ പോയത്? ഞാൻ എൻ്റെ ഉമ്മാന്റെ സഹോദരിയുമായി, അടുത്ത ബന്ധുവുമായി ഞാൻ പരസ്പരം കുറച്ച് അകൽച്ചുണ്ടായിരുന്നു, അത് പൊരുത്തപ്പിടിച്ച് നന്നാകാൻ പോയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അങ്ങനെ സദസ്സിന്ന് എഴുന്നേറ്റ് പോകണമെന്ന് പറയാൻ കാരണം, കുടുംബ ബന്ധം മുറിക്കുന്നവൻ ഒരു സദസ്സിലുണ്ടായാൽ ആ സദസ്സിലെ ദുആക്ക് ഉത്തരം കിട്ടാൻ പ്രയാസമാണ്. ആ സദസ്സിലെ ദുആക്ക് ഉത്തരം കിട്ടാൻ പ്രയാസമാണ്. മിമ്പർ വന്ന് ഖതീബ് ഖുതുബോദി നമ്മൾ ആമീൻ പറയുന്നുണ്ട്. നിസ്കാര ശേഷം പിന്നെയും ദുആക്ക് ആമീൻ പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, പ്രാർത്ഥന നടത്താൻ ഒരുപാട് തങ്ങന്മാരെ ക്ഷണിക്കുന്നുണ്ട്, വരുന്നുണ്ട്, അതുപോലെ പങ്കെടുക്കുന്നുണ്ട്, ആലിമീങ്ങൾ വരുന്നുണ്ട്, ദുആർക്കുന്നുണ്ട്, നമ്മളെല്ലാം ആമീൻ പറയുന്നുണ്ട്. ഒക്കെ നല്ലത് തന്നെ, വേണ്ടത് തന്നെ. പക്ഷേ ചോദിക്കട്ടെ, കുടുംബ ബന്ധം മുറിക്കുന്നവൻ സദസ്സിലുണ്ടെങ്കിൽ ദുആക്ക് ഉത്തരം കിട്ടൂല എന്ന് നബി തങ്ങൾ പറയുമ്പോ, നമ്മളുടെ നാട്ടിൽ, നമ്മുടെ ജമാഅത്തിൽ, നമ്മുടെ കുടുംബത്തിൽ കുടുംബ ബന്ധം മുറിക്കുന്ന ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന തടസ്സം വരുന്ന ഒരു വ്യക്തിയും ഉണ്ടാകരുതെന്നൊരു നിർബന്ധം നമുക്ക് വേണ്ടയോ? അതുകൊണ്ട് തന്നെ ഓരോ മഹല്ലുകളിലുമുള്ള ജമാഅത്തിന്റെ നേതാക്കൾ, ഓരോ മഹല്ലിലുമുള്ള പണ്ഡിതന്മാർ അവരെന്ത് വേണം? ഈ മഹല്ലിലുള്ള ദുആക്ക് ഉത്തരം കിട്ടണമെന്ന നിലയ്ക്ക് ആ നാട്ടിൽ എവിടെയെങ്കിലും കുടുംബങ്ങൾ തമ്മിൽ തെറ്റിയവരുണ്ടെങ്കിൽ
അതൊന്ന് മസ്ലഹത്താക്കാൻ വേണ്ടി ശ്രമിക്കണേ, മസ്ലഹത്താക്കണേ. ഒരിക്കലും മനുഷ്യൻ പരസ്പരം തെറ്റിയല്ല ജീവിക്കേണ്ടത്, ഐക്യത്തോടെയാണ് ജീവിക്കേണ്ടത്. അല്ലാഹുവേ, സുന്നത്ത് ജമാഅത്തിന്റെ മുഴുവൻ ആലിമീങ്ങൾക്കിടയിലും മുഅ്മിനീങ്ങൾക്കിടയിലും നീ ഐക്യം നൽകണേ അല്ലാഹ്. വസുൽഹു ഖൈർ, ഐക്യം ഖൈറാണ്, സന്ധി ഖൈറാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, ഐക്യമുണ്ടാക്കുന്നവർക്ക് വലിയ പ്രതിഫലം അല്ലാഹു വാഗ്ദത്തം ചെയ്തില്ലേ? ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ് വമൻ യഫ്അൽ ദാലിക ഇബ്തിഗാഅ മർദാത്തില്ലാഹി ഫസൗഫ നൂതീഹി അജ്റൻ അളീമാ. ഐക്യമുണ്ടാക്കുന്നവർക്ക് വലിയ പ്രതിഫലം അല്ലാഹു കൊടുക്കുമെന്ന് ഖുർആനിൽ അല്ലാഹു പറഞ്ഞില്ലേ? അതുകൊണ്ട് എല്ലാ മഹല്ലത്തുകളിലും ഐക്യമുണ്ടാകണം, എല്ലാ കുടുംബങ്ങളിലും ഐക്യമുണ്ടാകണം. പരസ്പരം തെറ്റിയല്ല ജീവിക്കേണ്ടത്, അകന്നുകൊണ്ടല്ല ജീവിക്കേണ്ടത്, വെറുത്തുകൊണ്ടല്ല മുഖത്ത് നോക്കേണ്ടത്. സന്തോഷത്തോടെ ജീവിക്കണം, അതിന് മനസ്സുകൾ തമ്മിലടുക്കണം. അതേപോലെ ഹൃദയങ്ങൾക്കിടയിൽ ഇണക്കാൻ, ഓ നബിയെ, ഭൂമിയിലുള്ളത് മുഴുവനും ചെലവാക്കിയാൽ ഹൃദയങ്ങളെ ഇണക്കാൻ കഴിയൂല. വലാകിന്നല്ലാഹ അല്ലഫ ബൈന ഖുലൂബിഹിം, ഹൃദയങ്ങൾക്കിടയിൽ ഇണക്കുന്നവൻ അല്ലാഹുവാണ്. ആ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം. അപ്പോൾ ഒരു കുടുംബത്തിൽ ചേട്ടനും അനുജനും തെറ്റിയാലോ, അതേ ആങ്ങളെയും പെങ്ങളും തെറ്റിയാലോ, ബാപ്പാന്റെ അനുജനും ബാപ്പാന്റെ ചേട്ടനും തെറ്റിയാലോ, അവരൈക്യത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിന് പറ്റാവുന്നവരതിനിറങ്ങണം, അതിനു വേണ്ടി ശ്രദ്ധിക്കണം. ഒന്നുകൂടി പറയട്ടെ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിയാലോ, ഫബഅസൂ ഹകമൻ മിൻ അഹ്ലിഹി വഹകമൻ മിൻ അഹ്ലിഹാ, രണ്ട് പക്ഷത്തു നിന്നും മാന്യന്മാരായ മധ്യസ്ഥന്മാരിരുന്ന് സംസാരിക്കണം. എന്നിട്ട് ആ കുടുംബങ്ങളെ ഇണക്കിലൂട്ടാൻ വേണ്ടി, തുന്നിച്ചേർക്കാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന മധ്യസ്ഥന്മാർ നല്ല ഉദ്ദേശത്തോടെ, സതുദ്ദേശത്തോടെ, പടച്ചവൻ എന്റെ മനസ്സറിയുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അറിയുന്നുണ്ട്, എന്റെ റബ്ബ് ഇതെല്ലാം കാണുന്നുണ്ട്, അവന്റെ പ്രതിഫലം കിട്ടണമെന്ന നിലക്ക് ഇണക്കത്തിന് വേണ്ടി സംസാരിച്ചാൽ യുവഫിഖില്ലാഹു ബൈനഹുമാ, അല്ലാഹു ജല്ല ജലാലുഹു അവർക്കിടയിൽ ഇണക്കം കൊടുക്കാൻ തൗഫീഖ് നൽകും. അതുപോലെ ഭാര്യയും ഭർത്താവും നന്നാകണമെന്ന നിലക്ക് സംസാരത്തിനൊരുങ്ങിയാൽ അവർക്കിടയിൽ അല്ലാഹു തആല തൗഫീഖ് നൽകുമെന്ന് വരെ ഖുർആൻ പറയുകയാണ്. കുടുംബങ്ങൾ തമ്മിൽ തെറ്റാൻ പാടില്ല. അതിനെന്ത് വേണം? വിശാലമായ മനസ്സ് വേണം, വിശാലമായ മനസ്സ് വേണം. ഒരിക്കലും തീവ്രവാദം പാടില്ല, ശക്തി കൂട്ടാൻ പാടില്ല, പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പാടില്ല, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. ഉള്ള പ്രശ്നങ്ങൾ ലഘൂകീകരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കണം. വിശാലമായ മനസ്സ്. സുബ്ഹാനല്ലാഹ്, ചിലപ്പോ കുടുംബബന്ധം നയിക്കുമ്പോ ചിലപ്പോ ദേഷ്യം പിടിച്ചതൊക്കെ ഒരു മനുഷ്യനല്ലേ, ആ ദേഷ്യം ചിലപ്പോ കാര്യത്തിലായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോ സംസാരം പിടിച്ചില്ല എന്ന് വരും, കാര്യത്തിലായിക്കൊള്ളണമെന്നില്ല. അതൊക്കെ ക്ഷമിക്കാൻ കഴിയണം. ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ മഹദിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ആയിഷ, നിനക്ക് എന്നോട് ദേഷ്യം പിടിച്ചാൽ എനിക്ക് ഭയം മനസ്സിലാവുന്നു, എനിക്കത് വേറെ തന്നെ തിരിയുന്നു. ആയിഷ ചോദിച്ചാൽ എന്താ? ദേഷ്യം പിടിച്ച സമയത്ത് നീ സംസാരിക്കുമ്പോ സാധാരണ നിനക്ക് സംസാരിക്കും പോലല്ല, സാധാരണ നീ സംസാരിക്കുമ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനെ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞ് സത്യം ചെയ്യുന്ന നീ എന്നോട് ദേഷ്യം പിടിച്ച സമയത്ത് സംസാരിക്കുമ്പോ ലാ റബ്ബി ഇബ്രാഹിം, ഇബ്രാഹിം നബിയുടെ റബ്ബിനെ തന്നെയാണ് സത്യം, അങ്ങനെയാ പറയാ. എന്റെ പേര് പറയാൻ ഒരു ചെറിയ മടി അല്ലേ അനീഷ്? ആയിഷ ബീവി പറഞ്ഞു, വല്ലാഹി ശരിയാ, വല്ലാഹി ശരിയാ. ദേഷ്യം പിടിക്കുമ്പോ ഞാൻ എന്നോട് ദേഷ്യം പിടിച്ച സമയത്ത്, അല്ലെങ്കിൽ ഇതാ കുന്തി അലയ്യ ഗദ്ബ, എന്നോട് ദേഷ്യം പിടിച്ച സമയത്ത് നീ പറയുമ്പോ
നീ വറബ് ഇബ്രാഹിം എന്റെ ഉപ്പാപ്പാന്റെ പേരെ പറയൂ, എന്റെ പേരും അറിയൂല അല്ലേ എന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ പറഞ്ഞു വല്ലാഹി ശരിയാ നബിയെ, പക്ഷെ മനസ്സുകൊണ്ട് ഞാൻ വെറുക്കലില്ലട്ടോ, നാവുകൊണ്ട് പറയുമ്പോൾ മാത്രമേ ഉള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ, ഏകദേശ ഭാര്യമാരും അങ്ങനെയാ. അത് ഉൾക്കൊള്ളാൻ ഭർത്താക്കന്മാർക്ക് കഴിയണം. നമ്മളെ ഭാര്യമാര് മനസ്സുകൊണ്ട് നമ്മളെ വെറുക്കൂല. ചില ചോദ്യം ചെയ്യലൊക്കെ കേട്ടാലോ സുബ്ഹാനല്ലാഹ്, പോലീസുകാർ ചോദിക്കുന്നതിനേക്കാണ് കടുപ്പത്തിലേക്ക് എവിടെയാ പോയത്, ഇതുവരെ എവിടെയാ പോയി കുത്തിരുന്നത് നോക്കിയാ ചിലപ്പോ ചോദിക്കുക, ഇതുവരെ എവിടെയാ പോയി ഇരുന്നത്, എവിടെയാ പോയത്, ഇങ്ങനെയൊക്കെ ചിലപ്പോ ചോദിക്കും. അപ്പോഴേക്ക് ഇവളാരാ എന്നെ ചോദ്യം ചെയ്യാൻ എന്ന നിലക്ക് ആളെടുക്കരുത്, ആ നിലക്ക് അവളോട് പെരുമാറരുത്, അതിന് നമ്മൾ ദേഷ്യം പിടിക്കരുത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പേര് പറഞ്ഞു ലാ റബ്ബി ഇബ്രാഹിം എന്ന് പറയുന്നു. നബി നിങ്ങൾക്ക് അറിയാം ആയിഷ ബീവിക്ക് ദേഷ്യം പിടിച്ചിട്ടാണ്. പക്ഷെ ആയിഷ ബീവി റസൂൽ സല്ലല്ലാഹു അലൈഹി നിങ്ങളുടെ മുമ്പിൽ വളരെ ചെറിയ ആളല്ലേ, പക്ഷെ നബി തങ്ങൾക്ക് വെറുപ്പൊന്നുമില്ല. അങ്ങനെ വലിയവർക്ക് വെറുപ്പുണ്ടാവില്ല. വെറുപ്പ് പിടിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ആള് ചെറുതാണ്. വലിയ വലിയ മഹാന്മാർക്ക് വെറുപ്പുണ്ടാവില്ല, ആരോടും വെറുപ്പ് പിടിക്കൂല. അവർ പരമാവധി വെറുപ്പിനെ അടക്കി വെക്കും. അവർക്ക് വെറുപ്പ് പിടിക്കും എപ്പോ, ദീനീ വിഷയം വരുമ്പം വെറുപ്പ് പിടിക്കും. ആലിമീങ്ങളെ നിന്ദിച്ചാൽ, ഔലിയാക്കളെ നിസാരപ്പെടുത്തിയാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണക്കാരനാണെന്ന് പറഞ്ഞാൽ, അള്ളാഹു കയ്യും കാലും ഉണ്ട് എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഈമാൻ തെറ്റിക്കുന്നത് കാണുമ്പോൾ വെറുപ്പ് പിടിക്കും. അതുപോലെ നിസ്കാരം വേണ്ട എന്ന് പറഞ്ഞാൽ, തറാവീഹിന്റെ എണ്ണം 8 എന്ന് പറഞ്ഞാൽ ഖുത്ബ മലയാളത്തിലാക്കണമെന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിക്കും. കാരണം അള്ളാഹിന്റെ ദീനുണ്ട് കളിക്കാൻ, അപ്പൊ ദേഷ്യം പിടിക്കും. അതുപോലെ കള്ളുടിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിക്കും. സുബ്ഹാനല്ലാഹ്, ഞാൻ നേരത്തെ കുറച്ച് കടുപ്പത്തിൽ സംസാരിച്ചു മഗ്‌രിബിന്റെ ശേഷം. എന്താണ് കടുപ്പത്തിൽ സംസാരിച്ചതെന്നറിയോ? ഏതോ രാജ്യത്ത് ക്രിക്കറ്റ് നടക്കുന്നു, ഏതോ രാജ്യത്ത് കളി നടക്കുന്നു. ആ കളി അങ്ങ് നടക്കുമ്പോ നമ്മളെ നാട്ടിലെ യുവാക്കള് പന്തയം വെക്കുന്നു. ഇവന് കളിക്കുന്നവൻ അറിഞ്ഞൂടാ, കളിക്കുന്നവനായിട്ടൊരു ബന്ധവുമില്ല. ഏതോ നാട്ടുകാരൻ എവിടുന്നോ കളിക്കുന്നു. അതിങ്ങനെ ചാനലിൽ കാണുമ്പോ ഇവൻ ഇവിടുന്ന് പന്തയം വെക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ പന്തയം വെക്കുന്നു. പച്ച ഹറാം. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ ഫജ്തനിബൂഹു. കള്ളിന്റെ കൂടെ, മദ്യത്തിന്റെ കൂടെ, അല്ലാഹു തആല വിഗ്രഹങ്ങളുടെ കൂടെ ഊട്ടിപ്പറഞ്ഞ സംഗതിയല്ലേ പന്തയം വെക്കൽ, ബെറ്റ് വെക്കൽ. എന്നിട്ട് ഏതോ ഒരുത്തൻ എവിടുന്നോ കളിക്കുന്നതിന് ഇവൻ ബെറ്റുക്കാട് ജയിക്കുന്നത് ആരാണ്? എന്നിട്ട് ബെറ്റും വെച്ചിട്ട് ഇങ്ങനെ ഏറ്റിക്കാഫിരിക്കാണ് ഇതിന്റെ മുന്നിൽ. ഇന്നാലില്ല, ബെറ്റ് വെക്കൽ ഹറാം, കൊടുക്കുന്ന പണം ഹറാം, വാങ്ങുന്ന പണം ഹറാം, സമ്പാദിക്കുന്നത് ഹറാം, ചെലവഴിക്കുന്നത് ഹറാം, മുഴുവനും ഹറാം. ഈ ഹറാമിൽ പോയി ചാടി വീഴരുതേ മുസ്ലിമീങ്ങളെ. നമുക്ക് അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കണം. ദീന് വിട്ടുകൊണ്ട് നമ്മുടെ ഏതോ കക്ഷികൾ കളിക്കുന്നത് പോലെ കളിക്കാനുള്ളതല്ല മുസ്ലിമീങ്ങളായ നമ്മൾ. അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണം. അല്ലാഹു കൽപ്പിച്ചതെടുക്കണം, അല്ലാഹു വിരോധിച്ചതൊഴിക്കണം. ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല, ഞാൻ വളരെ ചുരുക്കി പറയട്ടെ. കുടുംബ ബന്ധം ചേർക്കണം. ഭാര്യമാരോട് നല്ല നിലക്ക് പെരുമാറണം. ഭാര്യമാര് ഭർത്താക്കന്മാരോട് നല്ല സ്നേഹത്തോടെ പെരുമാറണം. ഒരു ഭർത്താവിന് എന്തോ ഒരു സമയത്ത് വെറുപ്പിടിച്ചപ്പോ എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്ക് ഇറങ്ങിപ്പോയി വിടരുത്. മറിച്ച് ക്ഷമിച്ച് ഭർത്താവിന്റെ പൊരുത്തം വാങ്ങാൻ നോക്കണം. ഭർത്താവിന്റെ പൊരുത്തം വാങ്ങി മരിച്ച പെണ്ണ് സ്വർഗത്തിൽ കടന്നു. മുഹമ്മദുർ റസൂലുള്ളാഹി. ഭാര്യമാരും ക്ഷമിക്കണം, ഭർത്താക്കന്മാരും ക്ഷമിക്കണം. നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികൾ, ആ കുട്ടികളോട് പറയട്ടെ, ബാപ്പയെ ഉമ്മയെ വല്ലാതെ പരിഗണിക്കണം. ചെറിയ പരിഗണന പോരാ, വല്ലാതെ പരിഗണിക്കണം. അവർക്ക് പൊരുത്തമില്ലാത്ത ഒരു കാര്യത്തിലും ചാടിയിറങ്ങരുത്. നിങ്ങൾ ദുബായി പോകാൻ വേണ്ടി വിസ വന്നിട്ടുണ്ട്, ബാപ്പ പറയുന്നു പോണ്ടാൻ, എന്നാ പോകാൻ പാടില്ല. ഖത്തറിൽ പോകാൻ വേണ്ടി ഒരുങ്ങി വിസ എടുത്തിട്ടുണ്ട്, ഉമ്മ പറയുന്നു പോണ്ടാൻ, എന്നാ പോകാൻ പാടില്ല. എന്തിനധികം പറയണം, സുന്നത്തായ ഹജ്ജിന് പോകാൻ ഇറങ്ങിയാൽ, ഞാൻ നേരത്തെ പറഞ്ഞ കഅബ ശരീഫിന്റെ സമീപത്തേക്കുള്ള പോക്കാണ്. ആ കഅബ മലക്കുകൾ മുഖേന നിർമ്മിക്കപ്പെട്ട് കാലാകാലം കർണൻ ബഅദ കർണിൻ ഉമ്മത്തൻ ബഅദ ഉമ്മത്തിൻ, ഒരു കാലത്തും കഅബ പരിഗണിക്കപ്പെടാത്ത കാലമുണ്ടായിട്ടില്ല. ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കാലം മുതൽ ഓരോ കാലത്തും സർവ്വജനങ്ങളും മുഅ്മിനീങ്ങളും അമ്പിയാക്കളും ആദരിച്ച് ബഹുമാനിച്ച് പരിഗണിച്ചു വന്ന കഅബ, ആ കഅബയിലേക്ക് സുന്നത്തായ ഹജ്ജിന് പോകുമ്പോൾ, ഉംറക്ക് പോകുമ്പോൾ
ബാപ്പ പോകണ്ടെന്ന് പറഞ്ഞാൽ, ഉമ്മ പോകണ്ടെന്ന് പറഞ്ഞാൽ, ഉപ്പാപ്പ പറഞ്ഞാൽ, ഉമ്മാമ പറഞ്ഞാൽ പോകാൻ പറ്റൂല. അപ്പൊ ബാപ്പ ഉമ്മയുടെ സ്ഥാനം എത്രയാണ് ഇസ്ലാമിൽ? അത് പരിഗണിക്കണേ യുവാക്കളെ. ഉമ്മാന്റെ വാക്കിന് വില കൽപ്പിക്കാതെ, ഉപ്പാപ്പാന്റെ വാക്കിന് വില കൽപ്പിക്കാതെ, ബാപ്പാനെ അനുസരിക്കാതെ നമ്മളെ പോറ്റി വളർത്തിയ ഉമ്മ ബാപ്പമാരെ അതാ കണ്ണുകൊണ്ട് എടുത്തെറിഞ്ഞ് നമ്മൾക്ക് ആരോഗ്യവും പണവും കയ്യിൽ കിട്ടുമ്പോ ബാപ്പ ഉമ്മയെ പരിഗണിക്കാത്തവരായി അതപ്പതിച്ചു പോകരുതേ. ബാപ്പാന്റെ കയ്യിൽ പണമില്ല, ഉമ്മാന്റെ കയ്യിൽ പണമില്ല, ഭർത്താവ് വിദേശത്ത് പോയി വലിയ പണക്കാരനാണ്. നീ എത്ര വലിയ പണക്കാരനായാലും നിന്റെ ബാപ്പാന്റെ കൈ പിടിച്ച് നീ ചുംബിച്ചോ, നിന്റെ ഉമ്മാന്റെ കാല് പിടിച്ച് ചുംബിച്ചോ, അത് ബറക്കത്തുള്ള കാലാണ്, ബറക്കത്തുള്ള കയ്യാണ്. നീ പല തങ്ങന്മാരെയും കൈപിടിച്ച് ചുംബിക്കുന്നില്ലേ, നീ പല ആലിമീങ്ങളെയും കൈപിടിച്ച് ചുംബിക്കുന്നില്ലേ, അത് ബറക്കത്തുള്ളതാകാം, ആകാതിരിക്കാം. സയ്യിദന്മാര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബമായതുകൊണ്ട് എന്തായാലും അവർക്ക് ബറക്കത്തുണ്ടെന്ന് കരുതാം. ആലിമീങ്ങൾ അല്ലാഹനെ ഭയപ്പെട്ട് മുസ്ലിമീങ്ങളെ നന്മ മാത്രം ഉദ്ദേശിച്ച് അള്ളാഹുവിന് തഖ്വ ചെയ്ത് ജീവിക്കുന്ന ആലിമീങ്ങളാണെങ്കിൽ അവരുടെ കൈക്കും ബറക്കത്തുണ്ടായിരിക്കും. എന്നാൽ സുഹൃത്തേ, ആലിമാകണമെന്നില്ല, തങ്ങളാകണമെന്നില്ല, ആരാണെങ്കിലും ശരി, നിന്റെ ബാപ്പയുടെ കൈ നിനക്ക് ബറക്കത്താണ്, നിന്റെ ഉമ്മയുടെ കൈ നിനക്ക് ബറക്കത്താണ്. അത് ആദരവ് കൊടുക്കേണ്ടതാണ്. ബാപ്പ ഉമ്മയെ പരിഗണിക്കാതെ ഒരു മോനും മോളും ജീവിക്കല്ലേ. ഒന്നുകൂടി പറയട്ടെ, സുബ്ഹാനല്ലാഹ്, ഉമ്മാനിപ്പ ഞാനങ്ങനെ നോക്കലില്ല. അതെന്താ? ഉമ്മ ഉള്ള സ്വത്ത് തീർത്തും മൂത്ത മോന് കൊടുത്ത് ഞങ്ങൾക്കൊന്നും തന്നിട്ടില്ല. ബാപ്പ ഉള്ളത് തീർത്തും പെങ്ങക്ക് കൊടുത്ത് നമുക്ക് ആങ്ങളാർക്കൊന്നും തന്നിട്ടില്ല. നമ്മൾ ഓളെന്നെ നോയിക്കോട്ടെ. ഇങ്ങനെയുമായി പോകരുതേ. മക്കൾക്ക് കൊടുക്കുമ്പോൾ വിവേചനം പാടില്ലെന്നത് നിയമമാണ്. മക്കൾക്ക് കൊടുക്കുമ്പോ എല്ലാരെയും ഒരുപോലെ കാണണം, വിവേചനം കാണിക്കരുത്. നുഅ്മാൻ ഇബ്നു ബശീർ റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പ മറ്റ് മക്കൾക്ക് കൊടുക്കാതെ നുഅ്മാനിന് കൊടുത്തപ്പോ അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു വാങ്ങാനാ പറഞ്ഞത്. ഹദീസിൽ കാണാം. അതുകൊണ്ട് മക്കൾക്ക് എന്തെങ്കിലും ബാപ്പാര് കൊടുക്കുമ്പോ, ഉമ്മാര് കൊടുക്കുമ്പോ വിവേചനം നടത്തി കൊടുക്കരുത്. എല്ലാരോടും തുല്യമായ സമീപനമായിരിക്കണം. വിവേചനം നടത്തുന്നത് നമുക്ക് മക്കൾ അകന്നു പോകാൻ കാരണമാണ്, മക്കളെ സ്നേഹം നഷ്ടപ്പെട്ടു പോകാൻ കാരണമാണ്. എന്നാൽ ബാപ്പ അങ്ങനെ കൊടുത്താലോ, ഉമ്മ അങ്ങനെ കൊടുത്താലോ, അതിന്റെ പേരിൽ ഉമ്മ രോഗമാകുമ്പോ കയറി നോക്കാതെ, ഉമ്മാനെ ശുശ്രൂഷിക്കാതെ, ബാപ്പ രോഗമാകുമ്പോ ബാപ്പാനെ നോക്കാതെ ജീവിക്കല്ലേ മോനെ. ബാപ്പ ബാപ്പയായതുകൊണ്ടാണ് അല്ലാഹു തആല ബാപ്പാനെ ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞത്. ഉമ്മ ഉമ്മയായതുകൊണ്ടാണ്. പണം കിട്ടുന്ന വകയിലല്ല. പണം പൂജിച്ച് ഈ പണത്തിനെ പൂജിച്ച്, പണത്തിനെ ബഹുമാനിച്ച്, പണത്തിന്റെ അടിമകളായി ജീവിക്കുന്നതിന് പകരം കുടുംബത്തിന് പ്രസക്തി നൽകണം. ബാപ്പാക്ക് ബാപ്പന്റെ സ്ഥാനം നൽകണം, ഉമ്മാക്ക് ഉമ്മാന്റെ സ്ഥാനം നൽകണം. ഈ പണമെന്ന് പറയുന്നത് വളരെ താണതാണ്, വളരെ താഴ്ന്നതാണ്. ഇന്നൊരുവന്റെ കയ്യിലാണ്, നാളെ വേറെ ഒരുവന്റെ കയ്യിലാണ്. അതിനെ പൂജിക്കുന്നതിന് പകരം നമ്മൾ ബഹുമാനിക്കേണ്ടത്, അംഗീകരിക്കേണ്ടത് കുടുംബ ബന്ധങ്ങളെയാണ്, പ്രായത്തെയാണ്, ഓരോരുത്തർക്കുമുള്ള സ്ഥാനത്തെയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നല്ല ക്ഷമ വേണം, എല്ലാവർക്കും വേണം ക്ഷമ. ഭാര്യക്കും വേണം, ഭർത്താവിനും വേണം, മക്കൾക്കും വേണം, എല്ലാവർക്കും നല്ല ക്ഷമ വേണം. വിട്ടുവീഴ്ച ചെയ്യാൻ സാധിക്കണം. വിശാലമായ മനസ്സ് വേണം, വിശാലമായ മനസ്സ്. സുബ്ഹാനല്ലാഹ്. ചീത്ത പറയുമ്പോഴേക്ക് തിരിച്ച് ചീത്ത പറയണ്ട, തെറി പറയുമ്പോഴേക്ക് തിരിച്ച് തെറി പറയണ്ട. പിന്നെയോ എല്ലാരോടും നല്ല സമീപനം, നല്ല മനസ്സ്.
അങ്ങനെയായിരിക്കണം മനുഷ്യന്റെ ജീവിതം. ചെറിയൊരു ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസ് നീ ദുആ കിതാബത്തുള്ള മജ്ലിസായി ഖബൂൽ ചെയ്യണം റഹ്മാനേ. സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട ബീവി റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ, മഹദി നാലാമത്തെ മകളാണ്. നാലാമത്തെ മകൾ. 3 പെൺകുട്ടികളാണ് ബാപ്പക്കും ഉമ്മക്കും. നാലാമത്തെ മകൾ ജനിച്ചപ്പോ പേര് റാബിഅ, നാലാമത്തവൾ. റാബിഅ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നാലാമത്തവൾ എന്നാണ്. നാലാമത്തവൾ എന്ന് പേര്. ആ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ ജനിച്ചപ്പോൾ പ്രസവിച്ച പെണ്ണിന് ഒരു കഞ്ഞി വെച്ച് കൊടുക്കാൻ അരിയില്ല, ഗോതമ്പില്ല. ആ സഹോദരിക്ക് ചെറിയ കുട്ടിയെ ഒരു തുണിയെടുത്ത് പൊതിയാൻ ഒരു കഷ്ണം തുണിയില്ല, വിളക്ക് കത്തിക്കാൻ എണ്ണയില്ല. ക്ഷമിച്ച് ജീവിക്കുന്ന കുടുംബം, ക്ഷമിച്ച് ജീവിക്കുന്ന കുടുംബം. ഭാര്യ പറഞ്ഞു, ഭർത്താവിനോട് വല്ലതും കിട്ടുമോ എന്ന് നോക്ക് നിങ്ങൾ. ഭർത്താവും എല്ലാം പുറത്തുപോയി തൊട്ടടുത്ത വീട്ടിൻ്റെ ഗേറ്റും പിടിച്ചു നിന്നു. ആരും വരുന്നില്ല, മടങ്ങിപ്പോന്ന്. ആരോടും ചോദിക്കാൻ വിചാരിച്ചിട്ടില്ല, ഇങ്ങോട്ട് തന്നാ സ്വീകരിക്കാന്നാ വെച്ചത്. സുഹൃത്തുക്കളെ, അങ്ങനെ മഹാൻ മടങ്ങി വന്നു. ഭാര്യക്കൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല. ഭാര്യ ഇങ്ങനെ പ്രസവിച്ചിട്ടൊന്നും കഴിക്കാതെ ബുദ്ധിമുട്ടാണ്. ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഭാര്യ കരഞ്ഞുപോയി. അബൂറാബിയ തങ്ങൾ കാലിൻ്റെ മുട്ടിൻ്റെ മേലെ തലയും വെച്ച് ഇരുന്നു പോയി. ആ ഉറക്കത്തിൽ അവിടെ ഇരുന്നപ്പോൾ മയങ്ങിപ്പോയി. ആ മയക്കത്തിൽ കാണുന്നു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നു. ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഓ അബൂറാബിയ, ദുഃഖിക്കണ്ട, മുഷിയണ്ട. നാലാമത്തതും പെൺകുട്ടിയായതുകൊണ്ട് വിഷമിക്കണ്ട. അത് വലിയ മഹത്വമുള്ള പെൺകുട്ടിയാണ്. അള്ളാന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള പെൺകുട്ടിയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, പെൺകുട്ടി ജനിക്കുമ്പോൾ മുഖം കറക്കരുത്. പെൺകുട്ടി ജനിക്കുമ്പോൾ മുഖം കറുത്തു പോവുക, അത് ജാഹിലിയത്താ. മുസ്ലിമിയൊക്കെ പാടില്ല. സന്തോഷത്തോടെ സ്വീകരിക്കണം അല്ലാഹ് തരുന്നത്. ചില സ്ത്രീകളുണ്ട്, നിങ്ങളോടൊന്നും അങ്ങനത്തെ സ്ത്രീകൾ ഉണ്ടാവില്ല. ചില സ്ത്രീകളുണ്ട്, മകന്റെ ഭാര്യ ഒരു പ്രസവിച്ചു, ഒന്നാമത്തെ പ്രസവം പെൺകുട്ടി, രണ്ടാമത്തവും പെൺകുട്ടി, മൂന്നാമത്തെ ഗർഭിണിയായപ്പോ ഇവളെ വകയിൽ ഭീഷണി, ഇനിയെങ്ങാനും പെൺകുട്ടീനെ പ്രസവിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ടട്ടോ. ഇങ്ങനത്തെ ചില ഉമ്മാരുണ്ട്. നിങ്ങളിവിടെ ഒന്നുമില്ല. ഈ ഇത്ര വിവരം കേട്ട ഉമ്മ, ഈ പെൺകുട്ടിയാണോ അതിന്റെ ഉത്തരവാദി? ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ തന്നെ എന്റെ മോനല്ലേ അതിന്റെ ഉത്തരവാദി? ഉത്തരവാദിത്വം ആയിരിക്കില്ല എന്നുള്ളതാണ് ശരി. സുബ്ഹാനല്ലാഹ്. ഇന്നാള് ഒരു സ്ത്രീ എന്നോട് വിളിച്ചു പറഞ്ഞു, ദ്വാരക്കൾ ഉസ്താദെ, സിറാജുള്ളിലേക്ക് നേർച്ചയാക്കിയിട്ടുണ്ട്. എന്താ സംഗതി? 2 പെൺകുട്ടികൾ, 2 ആൺകുട്ടികൾ, പെൺകുട്ടിയില്ല. അപ്പോ എന്റെ മോൻ പറയുന്നു, ഇനിയും നിങ്ങൾ ആൺകുട്ടീനെ തന്നെയാണ് പ്രസവിക്കുന്നതെങ്കിൽ ഞാൻ പ്രസവിക്കുന്നതിനെ കൊന്നാളെയോ. എന്തേ എനിക്കൊരു പെങ്ങളെ തരാത്തത്? ഈ ഉമ്മയാ പെങ്ങളെ കൊടുക്കണ്ടേ? അല്ലാഹുവല്ലേ മക്കളെ കൊടുക്കുന്നവൻ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് പെൺകുട്ടികളില്ല, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന് ആൺകുട്ടികളില്ല, ഈസാ നബി അലൈഹി ഇസ്ലാമിന് ആണുമില്ല പെണ്ണുമില്ല. നബി സല്ലല്ലാഹു അലൈഹി നിങ്ങൾക്ക് ആൺകുട്ടിയുണ്ട് പെൺകുട്ടിയുണ്ട്, പക്ഷെ ആൺകുട്ടികൾ മുഴുവനും കുട്ടിക്കാലത്ത് മരിച്ചുപോയി. റബ്ബിന്റെ തീരുമാനവും നിയന്ത്രണവുമല്ലേ. ഈമാൻ വേണ്ടേ മനുഷ്യന്മാർക്ക്? വിശ്വാസം വേണ്ടേ? അപ്പോ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയുടെ ബാപ്പക്കോ ഉമ്മക്കോ ഒരു പ്രശ്നവുമില്ല, പക്ഷേ ഞെരുക്കം കൊണ്ട് വല്ലാത്ത പ്രയാസം. നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾ നാളെ രാവിലെ സുബ്ഹി നിസ്കരിച്ച് അതാ ബസ്രയിലെ ഭരണാധികാരി ഈസ ഇബ്നു സാദാനെ കാണാൻ പോകണം. ഈസ ഇബ്നു സാദാൻ ഭരണാധികാരി, അദ്ദേഹത്തിന് ഒരു കത്ത് കൊടുത്താൽ നല്ലത്. ആ കത്തിൽ നിങ്ങൾ പറയേണ്ടത് എന്താണ്? എല്ലാ ദിവസവും 100 സ്വലാത്ത് എൻ്റെ പേരിൽ ചൊല്ലാതെ ആ ഭരണാധികാരി ഉറങ്ങാറില്ല.
വെള്ളിയാഴ്ച രാവിലെ 400 സ്വലാത്ത് ചൊല്ലാറുണ്ട്. ഇന്നലത്തെ സ്വലാത്ത് അദ്ദേഹം മറന്നു പോയിട്ടുണ്ട്. അഹല്ല ഉമ്മതഹു ഫീ ർസി മില്ലതിഹി കല്ലൈസി ഹല്ല മഅൽ അസ്ബാലി ഫീ അജബി. എല്ലാവരും എഴുന്നേറ്റ് സ്വലാത്തി വിളിക്ക. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. പ്രായമുള്ളവരൊന്നും എഴുന്നേറ്റ് ബുദ്ധിമുട്ടുണ്ട, കാലിന് വേദനയുള്ളവരൊന്നും നിൽക്കണ്ട. എല്ലാത്തവരും 5 മിനിറ്റ് നിന്നോളി, ഞാൻ ദ്വാരക്കാൻ പോവാണ്. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങളൊക്കെ സദസ്സിലേക്ക് വരണം. അല്ലാഹുവിനോട് ഈ ചരിത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യണം. അല്ലാഹു നമ്മുടെ മജ്ലിസ് ദുആക്ക് ഉത്തരമുള്ള മജ്ലിസ് ആക്കട്ടെ. സുഹൃത്തുക്കളെ, ബഹദിയായ ബീബി റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയുടെ പിതാവിനോട് അല്ലാഹുവിന്റെ റസൂൽ ഉറക്കത്തിൽ പറയാണ്, പൊയ്ക്കോ ഹാക്കിമുൽ ബസറ, ബസറയിലെ ഭരണാധികാരിയോട് പറയൂ, ദിനേന എന്റെ പേരിൽ 100 സ്വലാത്ത് ചൊല്ലാറുണ്ട് അദ്ദേഹം. വെള്ളിയാഴ്ച രാവിൽ 400 സ്വലാത്ത് ചൊല്ലാറുണ്ട്. ഇന്നലത്തെ സ്വലാത്ത് അദ്ദേഹം മറന്നുപോയിട്ടുണ്ട്. ഇന്നലെ സ്വലാത്ത് ചൊല്ലിയിട്ടില്ല. ആര് എവിടുന്ന് സലാത്ത് ചൊല്ലിയാലും എവിടുന്ന് സലാം ചൊല്ലിയാലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖബറിൽ അത് കിട്ടുന്നുണ്ട്, അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. അതവിടുന്ന് പറഞ്ഞപ്പോഴാ സഹാബത്തിൽ ഒരാൾ ചോദിച്ചത്, വഖദ് അരിംത, തങ്ങൾ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ജീർണിച്ച് നശിച്ചു പോയാൽ ഓ നബിയേ, തങ്ങൾക്ക് ഞങ്ങളെ സലാത്ത് കാണലെങ്ങിനെ? തങ്ങൾ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ജീർണിച്ച് നശിച്ചു പോയാൽ തങ്ങളെ ഞങ്ങളെ സലാത്ത് നമുക്ക് കിട്ടലെങ്ങിനെ? അപ്പോഴാ പറഞ്ഞത്, ഇന്നല്ലാഹ ഹറമ അലൽ അർളി അജ്സാദൽ അംബിയാ, അംബിയാക്കളെ ശരീരം മണ്ണ് തിന്നൂല, മണ്ണിന് തിന്നൽ ഹറാമാക്കിയിരിക്കുകയാണ് അല്ലാഹു തആല. ഒരു മണ്ണും അംബിയാക്കളെ ശരീരം നശിപ്പിക്കൂല. ഓ സുഹൃത്തുക്കളെ, ജമാഅത്തെ ഇസ്ലാമിക്കാരൻ എങ്ങനെയുണ്ട് മുസ്ലിമീങ്ങളെ ഭിന്നിപ്പിക്കാനെന്ന് ശ്രമിക്കുന്ന ജമാഅത്തുകാരൻ, സുബ്ഹാനല്ലാഹ്, അവന് സയ്യിദന്മാരെ നിന്ദിക്കുന്നതിനോ ആലിമീങ്ങളെ നിന്ദിക്കുന്നതിനോ ഒരു മടിയുമില്ലാത്ത ജമാഅത്തുകാരൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം മണ്ണിന്റെ ഉള്ളിൽ നിന്ന് ജീർണിച്ച് നശിച്ചു പോകുമെന്ന് പ്രബോധനത്തിൽ എഴുതി വെച്ചില്ലേ? എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അമ്പിയാക്കളെ ശരീരം മണ്ണ് തിന്നൂല, മണ്ണിനത് അല്ലാഹു ഹറാമാക്കി. ആ ഖബറിൽ കിടന്നുകൊണ്ട് അതാ ഈസാ ഇബ്നു സാദാൻ എന്ന ഭരണാധികാരിയുടെ സലാത്ത് വരാറുണ്ട്. ഇന്നലത്തെ സലാത്ത് വന്നിട്ടില്ല. ഇന്നലെ സലാത്ത് ഭരണാധികാരി മറന്നുപോയി. നബിതങ്ങൾ പറയുന്നു, നിങ്ങൾ പോയിട്ടൊരു കത്തങ്ങ് കൊടുത്തോ, നിങ്ങൾ എന്ത് വേണം ആ കത്തിൽ ഈ വിവരം പറയണം. ഇന്നലെ സലാത്ത് ചൊല്ലിയിട്ടില്ല, ഞാനാണ് പറഞ്ഞതെന്ന് പറയണം. എന്നിട്ട് എന്ത് വേണം? അദ്ദേഹം ഇന്നലത്തെ സലാത്ത് വിട്ടുപോയതിന്റെ പേരിൽ 400 സ്വർണ്ണ നാണയം നിങ്ങൾക്ക് തരാൻ ഞാൻ കൽപ്പിച്ചുവെന്ന് പറയണം. ഹബീബായ നബിതങ്ങൾ പറഞ്ഞതനുസരിച്ച് അബൂ റാബിഅ റളിയല്ലാഹു അൻഹു ചെന്നു. കത്ത് കയ്യിൽ കിട്ടിയപ്പോൾ ഭരണാധികാരിക്ക് വല്ലാത്ത സന്തോഷം. ഹബീബായ നബിതങ്ങളെ പേരിൽ ഞാൻ ചൊല്ലിയ സലാത്ത് മുഴുവനും അവിടെ എത്തിയിട്ടുണ്ടല്ലോ. ഒരു ദിവസത്തെ സലാത്ത് മറന്നപ്പോൾ എന്നെ ഓർമ്മിപ്പിച്ചല്ലോ. അതിന്റെ പുറമെ ആ സലാത്ത് വിട്ടുപോയതിന്റെ പ്രായശ്ചിത്തമായി 400 സ്വർണ്ണ നാണയം പാവപ്പെട്ട അബൂ റാബിയക്ക് കൊടുക്കാനും പറഞ്ഞല്ലോ. സന്തോഷം കൊണ്ട് ആ ഭരണാധികാരി 2000 സ്വർണ്ണ നാണയം എടുത്തു, സാധുക്കൾക്ക് വിതരണം ചെയ്യുകയാണ്. 2000 സദഖ ചെയ്തതിന്റെ പുറമെ അതാ 400 സ്വർണ്ണ നാണയം എടുത്ത് അത് റസൂലുള്ള പറഞ്ഞേച്ച വ്യക്തിയുടെ കയ്യിൽ ഞാൻ തന്നെ കൊടുക്കുമെന്ന നിലക്ക്
അദ്ദേഹം അതാ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. സുഹൃത്തുക്കളെ, ആ സ്വർണ്ണ നാണയവും വാങ്ങിയിട്ട് ബഹുമാനപ്പെട്ട അബൂ റാബിഅ തങ്ങൾ വന്ന് കുടുംബ ബന്ധം സുരക്ഷിതമായി കുടുംബ ബന്ധം നയിക്കുകയാണ്. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ശരിക്കു ക്ഷമിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് അല്ലാഹു തആല പ്രതിഫലം പൂർത്തീകരിച്ച് കൊടുക്കുന്നവനാണ്. ക്ഷമ എന്നത് ഏറ്റവും വലിയ സംഗതിയാണ്. അതുകൊണ്ട് ഉമ്മമാരെ, ഭർത്താവിന് കഴിവില്ലാത്ത സമയത്ത് ഭർത്താവിനെ പറഞ്ഞ് ശല്യം ചെയ്യരുതേ. നിങ്ങൾ വിചാരിച്ചതുപോലെ ഒരു കാര്യം നടക്കാതിരിക്കുമ്പോ ഭർത്താവിനെ വെറുക്കരുതേ. ഇതേപോലെ ഓ മോമിനീങ്ങളെ, സ്വന്തം ഭാര്യമാരെ ചീത്ത പറയരുതേ, സ്വന്തം ഭാര്യമാരെ ചീത്ത വിളിക്കരുതേ, തല്ലരുതേ, വേദനിപ്പിക്കരുതേ, അവരെ മനസ്സ് വേദനിക്കുന്ന വാക്ക് പറയരുതേ, അവരെ ബാപ്പാനെയും ഉമ്മാനെയും ദുഷിക്കരുതേ, അവരെ കുടുംബത്തെ നിസാരപ്പെടുത്തി സംസാരിക്കരുതേ. അതൊക്കെ ആ സ്ത്രീയുടെ മനസ്സിൽ വല്ലാത്ത മുറിവേൽപ്പിക്കും. ഇതുപോലെ പറയട്ടെ, ഇന്നലെ ഒരാൾ പറഞ്ഞു, സ്വന്തം പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്തിരിക്കുന്നു, പക്ഷേ ഇപ്പോൾ ഭർത്താവിന്റെ വീട്ടുകാര് സ്വീകരിക്കുന്നില്ല. എന്താ കാരണം? ഭർത്താവിന്റെ പെങ്ങളെ കല്യാണത്തിന് ഈ ആങ്ങളയുടെ ഭാര്യയുടെ സ്വർണം എടുത്തു കൊടുക്കാൻ ബാപ്പ ഉമ്മ തീരുമാനിച്ചപ്പോ ആ പെൺകുട്ടിയുടെ കുടുംബം അതിന് സമ്മതിക്കാത്തത് കൊണ്ട് ആ പെൺകുട്ടിയുമായി അകലുന്ന എന്ത് തോന്നിവാസം എന്നാണ് ഇതിന് പറയേണ്ടത്. ഇന്നാലില്ലാ. ആ പെൺകുട്ടിക്ക് പെൺകുട്ടിയുടെ ബാപ്പ കൊടുത്ത സ്വർണം നിന്റെ പെങ്ങളെ കെട്ടിക്കാൻ എടുത്തു കൊടുക്കാൻ പറ്റുമോ? അവര് പൊരുത്തപ്പെടാതെ എടുക്കാൻ പറ്റുമോ? വാങ്ങാൻ പറ്റുമോ? ഹറാമും ഹലാലുമില്ലാത്ത ജീവിതം നയിക്കല്ലേ, കുടുംബ ബന്ധം തകർക്കല്ലേ. കുടുംബം സന്തോഷത്തോടെ ജീവിക്കണം. അതിന് അല്ലാഹുവിന്റെ നിയമങ്ങൾ ജീവിതത്തിൽ പകർത്തണം. വഅശ്റൂഹുന്ന ബിൽ മഅറൂഫ്. ഭാര്യമാരോട് നല്ല നിലക്ക് പെരുമാറണം. അവരോട് ചുണ്ടി പിടിച്ചുകൊണ്ടല്ല പെരുമാറേണ്ടത്. ഭാര്യമാരോട് നല്ല നിലക്ക് പെരുമാറണം. ഭർത്താവിനെ ഒരിക്കലും വഞ്ചിക്കരുത്. ഭർത്താവ് വാങ്ങിത്തന്ന ടെലിഫോൺ എടുത്ത് ഭർത്താവ് പൊരുത്തപ്പെടാത്തവരെ വിളിക്കല്ലേ ഉമ്മമാരെ. ഭർത്താവ് ഉണ്ടാക്കിയ വീട്ടിൽ ഭർത്താവ് പൊരുത്തപ്പെടാത്തവരെ കയറ്റല്ലേ. ആ റബ്ബിനെ ഭയപ്പെട്ടും അവൻ രഹസ്യവും പരസ്യവും അറിയുന്നുവെന്ന് ചിന്തിച്ചും കുടുംബ ബന്ധം സന്തോഷകരമായി നീക്കാൻ അള്ളാന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പകർത്തി സന്തോഷ കുടുംബം, അതാണ് മുസ്ലിം കുടുംബം, അതാണ് നമ്മുടെ കുടുംബം. അതിനെല്ലാവരും തയ്യാറാകണമെന്ന് വസിയ്യത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമർ റഹീമീൻ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, ഞങ്ങളെ മജ്ലിസിന് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം റഹ്മാനേ. ഞങ്ങളെല്ലാവരെയും നീ പൊരുത്തപ്പെട്ട സാലിഹീങ്ങളിൽ പെടുത്തണം റഹ്മാനേ.